സഹോദരി സഹോദരന്മാർക്കും ദൈവനാമത്തിൽ വന്ദനം. നാളെ സഭായോഗത്തോടെ എൻ്റെ ഇവിടെയുള്ള ശുശ്രൂഷകൾ അവസാനിച്ച് ഹൂസ്റ്റണിലേക്ക് മടങ്ങും. തദനന്തരം വീണ്ടും ഒരു 2 ആഴ്ച കൂടി ഡാളസിൽ തിരിച്ചു വരും. ഇങ്ങനെയാണ് നിലവിലുള്ള ഒരു സ്കെഡ്യൂള്. പരിചിതരായ നിരവധി ദൈവദാസന്മാരെയും ദൈവമക്കളെയൊക്കെ കാണാൻ കർത്താവ് സഹായിച്ചു. എന്നെ ക്ഷണിച്ച പാസ്റ്റർ ഫിനി, ഇവിടെയുള്ള തൻ്റെ സഹപ്രവർത്തകർ, അത് നോബൽ, മറ്റ് സഹോദരങ്ങൾ എല്ലാവരോടുള്ള നന്ദി ഞാനും അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് അനുബന്ധമായിട്ട് ഒരു വചനം വായിച്ചുകൊണ്ട് അതിലൂടെ നമ്മുടെ വിശകലനങ്ങൾ മുന്നേറട്ടെ. പരിചിതമായൊരു വേദവചനം, എബ്രായലേഖനം 12 അധ്യായത്തിൻ്റെ 1-ാമത് വചനം. അടുത്തൊരു വചനം കൂടെ. മതി. വളരെ പ്രധാനപ്പെട്ട ഈ വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമാണ് ഹോളി ട്രിനിറ്റി. നാളെ നമുക്ക് ഒരു സെഷനിൽ ട്രിനിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് ഉണ്ട്. അതിൽ ഞാനത് എംഫസൈസ് ചെയ്യാം. എന്നാൽ ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചിന്തയിലേക്കാണ് പോകുന്നത്. ദൈവം എന്നാൽ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് 3 ദൈവങ്ങളല്ല, ഒരു ദൈവത്തിലെ 3 ആളത്വങ്ങൾ, പേഴ്സണാലിറ്റീസാണ്. അതൊക്കെ നാളെയാണ് നമ്മൾ ക്ലാസ്സിൽ വിശകലനം ചെയ്യുന്നത്. അനാദിയായ ശാശ്വതമായി നിലനിൽക്കുന്ന ദൈവം, അതിൽ പിതാവ് ഇല്ലാതിരുന്ന കാലമില്ലെന്നും ഇല്ലാതിരിക്കുന്ന കാലമില്ലെന്നും, പുത്രനില്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല, പരിശുദ്ധാത്മാവില്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. ഇതാണ് ട്രിനിറ്റി വാസ്തവത്തിൽ. പിന്നെ ഈ ട്രിനിറ്റിയുടെ എക്സ്പ്ലനേഷനിൽ ഈ ദൈവപിതാവല്ല ദൈവപുത്രൻ, ഈ ദൈവപിതാവല്ല പരിശുദ്ധാത്മാവ്, 3 പേഴ്സൺസ് ഇൻ 1 എസൻസ്. ഒരു എസൻസിൽ 3 പേഴ്സൺസ്. ഇതാണ് അതിൻ്റെ ഉള്ളടക്കം. അപ്പം അതിൽ നമ്മോട് ഇടപെട്ട് നമ്മിലേക്ക് ഇറങ്ങിയ വ്യക്തിത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. രണ്ടാണ് വചനം പറയുന്നത്, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ആ ഒരു പ്രയോഗം എബ്രായർ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം മുതൽ വായിച്ചു വരുമ്പോൾ, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളിയിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നു. എന്നിട്ട് പുത്രനെ പറ്റി പറയാണ്, അവൻ അവൻ്റെ തത്വത്തിൻ്റെ മുദ്ര, തേജസ്സിൻ്റെ പ്രഭ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട്. ആരാണ് സൺ ഓഫ് ഗോഡ് എന്ന് പറയണ്ടേ? അവൻ്റെ തത്വത്തിൻ്റെ മുദ്ര, ദ വെരി എസൻസ് ഓഫ് ഹിസ് ഫിലോസഫി. ദൈവം എന്തോ ആ തത്വത്തിൻ്റെ മുദ്ര. അത് മനസ്സിലാക്കാനൊരു എളുപ്പ വഴി പറയാം. നമ്മുടെ നാട്ടിൽ നിങ്ങൾ വന്നു, പെട്ടെന്ന് വില്ലേജിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വേണം. വലിയ പ്രയാസമാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒപ്പിച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾ വളരെ സമ്മർദ്ദം ചെലുത്തി അത് കിട്ടാൻ പോവാണ്. അപ്പോഴേക്ക് ആ ഓഫീസർ ഒരു ഒപ്പിട്ടു. എന്നിട്ട് പറഞ്ഞാൽ അവിടെ കൊണ്ട് സീൽ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. ആ സീൽ വെക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവിടെ ഇരുന്ന പുള്ളി പോയി, ഈ പുള്ളിയും പോയി. അപ്പോൾ കത്തിലൊപ്പുണ്ട്, സീലില്ല. അപ്പോൾ അടുത്തൊരു സ്റ്റാഫിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ സീലില്ല, അത് പൂട്ടി വെച്ചു, സ്റ്റാമ്പേ അത് പൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച സീൽ എന്താ? ആ സ്റ്റാമ്പ്.
അതാ ഉദ്ദേശിച്ചല്ലേ? പതിക്കാനുള്ളൂ. അല്ല, ഒപ്പമുണ്ടല്ലോ സാറ്, ഒന്നുകൊണ്ട് കാണിച്ച് നോക്ക്. അല്ലേ രാവിലെ ഇങ്ങ് വാ. ഇദ്ദേഹം ഇതുകൊണ്ട് ഓടി അവിടെ ചെന്നപ്പോൾ അടുത്ത ഓഫീസ് ഈ കത്ത് കണ്ടിട്ട് പറയാണ് ഇതിൽ സീലില്ല. ആ ഓഫീസർ ഉദ്ദേശിച്ച സീല് ഇതിൽ പതിയേണ്ട മുദ്രയാണ്. അവിടെ ഓർത്ത സീല് ആ സ്റ്റാമ്പ് തന്നെയാണ്. എൻ്റെ അർത്ഥം എന്താ? ഈ സ്റ്റാമ്പിൽ എന്തുണ്ടോ അതേ ഇവിടെ പതിയൂ. അപ്പം ദൈവത്തിൻ്റെ മുദ്രയാണ് ക്രിസ്തുവെങ്കിൽ, ദൈവത്തിൻ്റെ മുദ്ര എന്നൊരു ആനന്ദമാണ് അത് കേൾക്കുന്നല്ലേ. ക്രിസ്തുവിൽ, ദൈവത്തിൽ എന്തുണ്ട് അതാണ് ക്രിസ്തുവിൽ. അങ്ങനെ നമ്മളെല്ലാം വേർതിരിച്ചിരിക്കുകയാണ്. വീണ്ടും നമ്മളിതുപോലെ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ മുദ്ര വെച്ചിരിക്കുക. നമ്മൾ ആരുടെ പ്രോപ്പർട്ടിയാണെന്ന് സ്ഥാപിക്കുന്ന ഒന്നാണ് ഈ മുദ്ര. അപ്പോൾ ക്രിസ്തുവിൻ്റെ മുദ്ര നമ്മളിലെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണിത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെക്കുറിച്ചും ചിലർക്ക് വലിയ അറിവില്ല. ആക്ച്വലി ചില ആളുകൾ ചോദിക്കാറുണ്ട്, യഹോവയും ക്രിസ്തു ഒന്നാണോ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. നല്ല ഉത്തരം ഇതാണ്. യഹോവ എന്ന് പഴയ നിയമത്തിൽ ചിലപ്പോൾ വിളിക്കുന്നത് പിതാവിനെയാണ്, ചിലപ്പോൾ വിളിക്കുന്നത് പുത്രനെയാണ്, ചിലപ്പോൾ വിളിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. സന്ദർഭം നോക്കിയാണ് അത് ആരെയെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാനതിലെ ചില തെളിവുകളിലേക്കൊന്ന് പോകാം. നിങ്ങൾ ഐസയ 50:1 മുതൽ വായിക്കണം. ഐസയ ചാപ്റ്റർ 50 വേഴ്സ് 1 ഓൺവേഴ്സ് ഒന്ന് വായിച്ചുള്ളൂ. വാക്യം ശരിക്കും ശ്രദ്ധിക്കണം. യാഹ്വേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ നരേറ്റർ അല്ലെങ്കിൽ ഇത് പറയുന്ന ആൾ ആരാ നരേറ്റ് ചെയ്യുന്നത്? ഇത് പറയുന്ന ആരാ? ഐസയ അല്ല, പിന്നെ ആരാ? ഗോഡ് ഹിംസെൽഫ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചു, അല്ലേ ഇസ്രായേലേ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചെങ്കിൽ ഉപേക്ഷണപത്രം. പിന്നെ ഇതൊക്കെ കേട്ടാൽ ഇത് ആര് ചെയ്ത കാര്യമാണ്? ശാസനയാൽ സമുദ്രത്തെ വറ്റിച്ചൊക്കെ ആരാ? യെശയ്യാവാണോ? അല്ല. ഞാൻ എന്ന് പറഞ്ഞ ആരാ? ദൈവം. സംശയമില്ലല്ലോ അല്ലേ? ഇനി താഴ്ത്തു വായിച്ചേ. പിന്നെ ആർക്ക്? ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ പറയാ, തളർന്നിരിക്കുന്നവരുടെ മുഴങ്കാല് ശക്തീകരിക്കേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക്. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ? ഉണ്ടാ? പറഞ്ഞു വന്ന ആൾ മാറിയുണ്ടോ അല്ലേ? അങ്ങനെയല്ലേ? നിനക്കത് മനസ്സിലായില്ല? ഇത്രയും നാൾ ഞാൻ സമുദ്രത്തെ വറ്റിച്ചു, ആകാശത്തെ ഇരുട്ടുടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാണ്, തളർന്നിരിക്കുന്നവരുടെ മുഴങ്കാലുകളെ ശക്തീകരിക്കേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അത് ആർക്കാണെന്ന് നോക്കാം. പിന്നെ പിന്നെ ഇപ്പോൾ ആളിനെ മനസ്സിലായോ? ആളിനെ മനസ്സിലായി അല്ലേ? അത് ജൂതന് മനസ്സിലായില്ല, നമുക്ക് മനസ്സിലാകുകയും ചെയ്തു. കാരണം എന്താ? ക്രിസ്തു നമ്മുടെ രക്ഷകനായപ്പോൾ ഈ അനുഭവങ്ങളിൽ കടന്ന യേശുവിനെ നമുക്ക് പിടികിട്ടിയതുപോലെ അവന് മനസ്സിലായിട്ടില്ല. അത് അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ല. ഇനി ഒരു വചനം കൂടെ നമുക്ക് നോക്കാം. സെക്കറിയ പ്രവചനം 14:3 മുതൽ വായിക്കാം. സെക്കറിയ ചാപ്റ്റർ 14 വേഴ്സ് 3 ഓൺവേഴ്സ്. പിന്നെ യഹോവ പുറപ്പെട്ട്
പൊരുതും, യുദ്ധ ദിവസത്തിൽ എന്ന പോലെ പൊരുതും. അപ്പോൾ അന്നാളിൽ അവൻ്റെ കാൽ ആ 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 വായിച്ചു. ആ ആരാണിത്? ആരാ അങ്ങനെ വരുന്നത്? ഒലിവുമല രണ്ടായിട്ട് പിളരുന്നതൊക്കെ ആരാ? ആ നമ്മുടെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല. അപ്പോൾ യേശുവിന് യഹോവ എന്ന പേരുണ്ടോ? ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. ആദ്യം ഈ യഹോവ എന്ന പേര് നമുക്കൊന്ന് പഠിക്കണം, ഗ്രഹിക്കണം. ഇതിങ്ങനെ ഒരു അപ്പോളജറ്റിക് സെമിനാർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പ്രസംഗം പോലെ പറയാത്ത ഒരു പ്രസംഗം പോലെ പറയണോ? ഒരു ഉണർവ് വരുന്നാൻ അതായിരുന്നു നല്ലത്. പ്രിയമുള്ളവരെ, യഹോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോണ് മാറ്റണോ? അതിൻ്റേതായിരിക്കുന്നതായിട്ടുള്ളതായ പറയുവാൻ തൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നതായ അങ്ങനെ പറയണോ? കേരളത്തിൽ ഞാൻ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? ഇത് ക്ലാസ്സാന്ന് എഴുതി വെച്ചിട്ട് ഈ പാട്ട് ഓണി പറയാൻ പറ്റുമോ? നമ്മുടെയൊക്കെ ഒരു അവസ്ഥ. ഞാൻ 2 തവണ അങ്ങനെ ആഞ്ഞു വന്നതാണ്. അന്നേരം എല്ലാം ഓർക്കും ഇത് സെമിനാറാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ശാന്തമായിട്ട് പറയണം തോന്നും. പിന്നെ നിങ്ങൾ ഉറങ്ങുകയെന്ന് കണ്ടാൽ ഞാൻ ഈ ടോണ് മാറ്റും. എന്താ പറയുന്നു? വേണ്ട, ഇങ്ങനെ പോയാൽ മതി, നോർമലായിട്ടല്ലേ? ഉറങ്ങിയാൽ ഈ ടോണ് മാറുമ്പോൾ നിങ്ങൾ ഓർത്തോണം നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ, അതിനാണ്. അപ്പോൾ സതിയെ ആദ്യം നമുക്ക് നമ്മുടെ മോശ ദൈവമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നില്ല. വേലയ്ക്ക് വിളി കിട്ടിയ മോശ, മിനിസ്ട്രിക്ക് വിളി കിട്ടിയ മോശ ഫറവോയുടെ അരികിൽ ചെല്ലണം. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ ചെല്ലും ഫറവോയുടെ അരികിൽ, പക്ഷേ ഫറവോ അറിയണം ആരാണ് എന്നെ അയച്ചത്. എനിക്കൊരു ഓതറൈസേഷൻ വേണ്ടേ? ഫറവോയ്ക്ക് നിരവധി ദൈവങ്ങളെക്കുറിച്ച് അറിയാം, ബിക്കോസ് പൊളിത്തൈസമാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിലാരാ നിന്നെ വിട്ടേ? ഫറവോ അറിയാത്ത ഒരു ഗോഡുണ്ടെങ്കിൽ എനിക്കറിയണം ആരാണ് നീ. അപ്പോൾ എന്താ കർത്താവ് പറഞ്ഞേ? ഞാനാകുന്നവൻ. അതിൻ്റെ എബ്രായ പദം അഹൈ, അഷർ അഹൈ. എങ്ങനെയാ? അഹർ അഷൈ അഹർ. അതിൽ ഈ ആ മുഴുവൻ പറയരുത്, വിഴുങ്ങി പറയണോ. എന്ന് പറയുന്നതായിട്ട് ആർക്കും തോന്നരുത്, നമുക്കൊഴിയേ. അഷൈ അഹർ അഷൈ അഹൈ അഷർ അഹൈ. ഇതാണ് ഞാനാകുന്നവൻ, ഞാനാകുന്നു. ഇതിൽ അഹൈ എന്ന് പറയുന്നത് നിന്നാണ് ഹയ എന്നൊരു പദം വരുന്നത്. ഹയ എബ്രായ വ്യാകരണത്തിലെ സുപ്രധാനമായൊരു പദമാണ്. അതിന് തത്തുല്യമായ ഇംഗ്ലീഷ് പ്രയോഗം BEB ആണ്. അപ്പോൾ അർത്ഥം പിടിയിട്ട് കാണാം അല്ലേ? ബി ഓക്സിലറി വെർബിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബി ആണ്. അതറിയാലോ. സത്യത്തിൽ ഇവിടെയുള്ള ആളുകളെക്കാൾ എനിക്ക് ഈ ഓക്സിലറി വെർബ് 24 ഈസി ആയിട്ട് അറിയാം. പക്ഷേ അത് എവിടെ വെക്കണോ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഓക്സിലറി വെർബ് അല്ല എനിക്ക് കറക്റ്റ് അറിയാം. 24 ഓക്സിലറി വെർബ് എവിടെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നും അറിയാം. ഞാനത് ഓർത്ത് വരുമ്പോഴേക്കും നേരം പോകും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അതാണ് മറ്റൊരു കാര്യം. ഈ ബി എന്ന ഒരു ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ആയിരിക്കുക, അങ്ങനല്ലേ? ആകുന്നതെന്തോ അതില്ലെങ്കിൽ ഭാഷയിൽ ഒരാശയം മൂവ് ചെയ്യില്ല, ചലനാത്മകമാകില്ല, നിശ്ചലമാകും. അപ്പോൾ ആക്ടിവിറ്റീസ് ഉണ്ടാക്കുന്ന, മൂവ് ചെയ്യിക്കുന്ന, ചലിപ്പിക്കുന്ന ഒരു കാര്യത്തിൻ്റെ കമൻ്ററി, അത് വിളിച്ചു പറയലാണ് ഈ ബി ഉദ്ദേശിക്കുന്നത്. അവൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, എന്തൊക്കെ സംഭവിക്കുന്നു, പാട്ട് പാടുന്നു, ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ ഓക്സിലറി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് യാഹുവേ എന്ന പദം ഉണ്ടാകുന്നത്, ഹയായിൽ നിന്ന്. അതായത് പ്രവർത്തനക്ഷമതയുള്ള ആളാരോ അതാണ് ഞാൻ. ശേഷം ഗോഡസസൊക്കെ തന്നെ നിശ്ചലരായിട്ടുള്ള ഐഡൽസോ ഐക്കണുകളോ ബിംബങ്ങളോ ആയിരിക്കുമ്പോൾ ഞാൻ ആക്റ്റീവ് ഗോഡാണ് മോശെ. ഞാൻ ഇടപെടുന്ന, പ്രവർത്തിക്കുന്ന, സൃഷ്ടി ചെയ്യുന്ന, പരിപാലിക്കുന്ന, പുനർനിർമ്മിക്കുന്ന, ജീവനുള്ളവയെ തിരിച്ചു വരുത്തുന്ന
യഹോവയാണ് ഞാൻ. ഇതാ ഒറ്റ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആ പദം നമുക്കൊന്ന് പഠിച്ചു പോകണം. ഓക്കെ, നോട്ട് എഴുതുന്നവർ ഒരു നോട്ട് എഴുതാൻ റെഡി ആയിരിക്കണം. എന്തിനും എപ്പോഴും റെഡി ആയിരുന്നോളണം. ഏത് കാര്യവും എന്ത് സംഭവിക്കാം എന്നുവെച്ചാൽ മുകളോട്ട് പോകാനും റെഡി ആയിരുന്നോണം, നോട്ട് എഴുതാനും തയ്യാറാകണം. നമുക്കൊരു വചനം വായിക്കാം. മോനെ അതൊന്ന് കാണിക്കണേ. ഡ്യൂട്ടോണമി ചാപ്റ്റർ 6 വേഴ്സ് 4, ആവർത്തനം 6:4. ഇസ്രായേലേ കേൾക്ക, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു. യാഹ്വേ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഞാൻ ഈ യഹോവ എന്നുണ്ട് യാഹ്വേ യാഹ്വേ എന്ന് പറയുന്നത് എന്തിനാണെന്ന് അതും പറയാം. ഇനി പറയുന്നത് നിങ്ങൾ 3 ലൈനിൽ എഴുതണം. നോട്ട് ബുക്ക് ഉണ്ട്, 3 ലൈനിൽ എഴുതുക. ഒന്നാമത്തെ ലൈനിൽ എഴുതിക്കൂ SHEMA, ക്ഷേമ, ക്ഷേമ. അടുത്ത സ്പേസ് ഇട്ട് ഇസ്രായേൽ. അത്രേ ഉള്ളൂ ഒന്നാമത്തെ ലൈൻ. രണ്ടാമത്തെ ലൈനിൽ ശ്രദ്ധയോടെ വേണം അടുത്ത് എഴുതാൻ. YHWH ക്യാപിറ്റൽ, അത് ക്യാപിറ്റൽ ആയിരിക്കണം, മാറ്റാൻ പാടില്ല. YHWH. വായിക്കേണ്ടത് യാഹ്വേ എന്നാണ്. യാഹ്വേ. യാഹ്വേ സ്പേസ് ഇട്ടിട്ട് എലോഹീം, ഈ ക്യാപിറ്റൽ, ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ ആകും. യാഹ്വേ എലോഹീം. രണ്ടാമത്തെ ലൈനും കഴിഞ്ഞു. ഇനി തേർഡ് ലൈൻ വീണ്ടും YHWH ക്യാപിറ്റൽ. വായിക്കേണ്ട യാഹ്വേ. ഒരു സ്പേസ് ഇടുക. സ്പേസ് ഇട്ടിട്ട് ECHAD, എച്ചാട് എക്കാട് എന്നൊന്നും വായിക്കല്ലേ. ഒരല്പം പ്രശ്നമുണ്ടത് വായിക്കാൻ. അത് വായിക്കേണ്ടത് എഹാദ് എന്ന് വായിക്കണം. എങ്ങനെ? ഈ ഹായ്ക്ക് അത് ഹാർഡൻഡ് ആക്കണം, ഒരു ഇരട്ടിപ്പ് കൊടുക്കണം. ഹാ. ഓക്കെ. അതടുത്ത കാലത്ത് പല്ല് വെച്ചവരൊന്നും അത് അങ്ങനെ പറയണമെന്നില്ല. ഞാനതിനൊരു കാരണക്കാരനാകുന്നില്ല. ഹീബ്രു കറക്റ്റ് ഇപ്പോൾ തെറ്റിച്ച് പറഞ്ഞു എന്നോർത്ത് നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല. നമ്മുടെ മാതൃഭാഷയല്ലല്ലോ. പിന്നെ എങ്ങനെയാ കറക്റ്റ്? എങ്ങനെയാ? എഹാദ്. ഓക്കെ. അപ്പോൾ നമുക്ക് 3 കാര്യം എഴുതിയോ? അത് 3 ഒന്ന് പഠിക്കാമെന്ന് നോക്കിയാൽ ഈസി ആയിട്ട് പഠിക്കും. ക്ഷമ ഇസ്രായേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. പഠിച്ചോ? കൊച്ചുകുട്ടികൾ വരെ പഠിച്ചു കഴിഞ്ഞു. പ്രായമാവരിനി എന്നാ പഠിക്കുന്നു അല്ലേ? ക്ഷമ ഇസ്രായേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. പഠിച്ചോ? കുഞ്ഞുങ്ങൾ പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? 3 കാര്യങ്ങൾ. ക്ഷമ ഇസ്രായേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. ഇത്രേ ഉള്ളൂ. 3 കാര്യങ്ങൾ പഠിച്ചു. ഇനി ഞാൻ 1, 2, 3 എന്നുള്ളതങ്ങ് വെട്ടിക്കളഞ്ഞേക്കും. മനസ്സിൽ നിന്ന് ഒന്നിച്ച് പറയണം. എനിക്ക് ഇച്ചിരി എളുപ്പമാണ്, ഞാൻ 3 ആക്കി വിട്ടെ. അപ്പോൾ ഉണ്ട് അത് ക്രമമായിട്ട് പറയണം. ക്ഷമ ഇസ്രായേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. ക്ഷമ ഇസ്രായേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. പഠിച്ചോ? പഠിച്ചെങ്കിലൊരു കാര്യമുണ്ട്. നിങ്ങളൊരു വാക്യം എബ്രായ ഭാഷ പഠിച്ചു കഴിഞ്ഞു. അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. ഈ എഴുതിയ സാധനമാണ് നമ്മൾ വായിച്ചത്. മോനത് മാറ്റി വെക്കുക. തക്ക സമയത്ത് ഒരാൾക്ക് ചോദിച്ചു, ഈ തണുക്കുമ്പോൾ ഇല്ലാത്ത കുളിരെന്തിനാണ്? പുതപ്പ് എന്തിനാന്നാണ് ചോദിക്കണ്ടേ? കുളിരെന്നായി പോയി. മോനെ ആ സാധനം ഇട്ടേ. റെഡി. കളയല്ലേ അങ്ങനൊന്നും. ഇസ്രായേലേ കേൾക്ക, ക്ഷേമ ഇസ്രായേൽ, ഹീറോ ഇസ്രായേൽ, The Lord our God, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു. യാഹ്വേ ഏകൻ തന്നെ. ഒരു ജൂതനെ ജൂതനാക്കുന്ന, യഹൂദമതത്തെ യഹൂദമതമാക്കുന്ന, അവരുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്ന സുശക്തമായ വചനം ഇതാണ്. അതുകൊണ്ട് അവരുടെ ആരാധനകൾക്ക് മുമ്പ് ആരാധന സ്ഥലത്തേക്ക് ആളെ ആഹ്വാനം ചെയ്യാൻ, വിളിക്കാൻ ഈ വാക്യം ഉച്ചത്തിൽ വിളിച്ചു പറയും. ക്ഷേമ പ്രഖ്യാപനം തന്നെ പറയുന്നത്. ക്ഷേമ പ്രൊക്ലമേഷൻ ഇപ്പോഴും ഉണ്ട്. ഗൂഗിൾ ചെയ്താൽ കാണാം. അവരത് പാട്ട് പോലെ അതിമനോഹരമാണ് കേൾക്കാൻ. ഇതിനെ അനുകരിച്ചാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ബാങ്ക് വിളിക്കുന്നത്. ഓക്കെ. അല്ല ഏകനാകുന്നു, അല്ലയെ ആരാധിക്കാൻ ഈ മന്ദിരത്തിലേക്ക് വരിക, അതാണ് ഈ ബാങ്ക് വിളിയുടെ അർത്ഥം. ഓക്കെ. അതിൻ്റെ ഒരു ഇമിറ്റേഷനാണ്. ഇതെന്താണ്? ക്ഷേമ.
അപ്പോൾ ഇനി ഇതൊന്ന് പഠിച്ചു പോകണം. ഇതിൽ ഈ എബ്രായ ഭാഷയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത, വൗവൽസ് ഇല്ലാത്തൊരു ഭാഷ. വള്ളിയില്ല, പുള്ളിയില്ല, വൗവൽസും ഇല്ല, സ്വരാക്ഷരങ്ങളില്ല, ഐ ഒന്നും ഇല്ല. എനിക്കാണോ മോനെ? അല്ല, എന്നെ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കാൻ കുറച്ചു നേരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വൗവൽസ് ഇല്ലാത്തൊരു ലാംഗ്വേജാണിത്. മൊത്തം വ്യഞ്ജനാക്ഷരങ്ങൾ 22 അക്ഷരങ്ങളാണ് എബ്രായ ഭാഷയ്ക്ക്. 22 അക്ഷരം. 10,000 വാക്കിൽ താഴെയാണ് ആകെ ഉള്ളത്. 10,000 വേർഡ്സ്. ഗ്രീക്കിൽ നമുക്ക് 2 lakhs വേർഡ്സ്, പുതിയ നിയമം എഴുതിയ ഭാഷ. ഇംഗ്ലീഷിൽ മോർ ദാൻ 7 lakhs വേർഡ്സ്. അപ്പോഴാണ് ഇവർക്ക് എത്ര വാക്കുണ്ടാകെ? 10,000. ആ 10,000 വാക്കുകൊണ്ടാണ് പഴയ നിയമം മുഴുവൻ എഴുതിയിരിക്കുന്നത്. 10,000 വാക്ക്. ഇത്രേ ഉള്ളൂ. എനിക്ക് വേണ്ട, താങ്ക് യു. 10,000 വാക്ക്. അപ്പോൾ ഈ ഭാഷയുടെ പ്രത്യേകത കേട്ടല്ലോ, പാസ്റ്റ് ടെൻസ് ഇല്ല, പ്രസൻറ്റ് ടെൻസ് ഇല്ല, ഫ്യൂച്ചർ ടെൻസ് ഇല്ല. എന്തൊരു ഭാഷയല്ലേ! അപ്പോൾ ഭൂതകാലമൊക്കെ എങ്ങനെ പറയും? അതിപ്പോൾ നമ്മൾ അതോർത്ത് വിഷമിക്കേണ്ട, അവരെങ്ങനെയും പറഞ്ഞോളൂ. പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ഇംപെർഫെക്റ്റ് ടെൻസ്, ഇത് മാത്രമേ ഉള്ളവർക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതിനാണ് ഇസ്രായേൽ മക്ക. അപ്പോൾ അതായത് ഒരു എക്സാമ്പിൾ പറയാം, നമുക്കൊന്ന് എളുപ്പത്തിൽ വരാൻ വേണ്ടി. ഈ വ്യഞ്ജനവും മറ്റേ വള്ളിയും പുള്ളിയും ഒന്നും ഇല്ല, ഇത് എങ്ങനെ ഉപയോഗിക്കും? ഇപ്പോൾ ദാലത്ത് എന്നൊരക്ഷരമുണ്ട്, നമ്മുടെ ഡിക്ക് തുല്യമാണ്. ട്രാൻസ്ലിറ്ററേഷൻ വരുമ്പോൾ ഡി. വൗ എന്നൊരക്ഷരമുണ്ട്. ഇപ്പോൾ നമ്മുടെ 119 സങ്കീർത്തനത്തിൽ ആലയബേത്ത് എന്ന് എഴുതിയിരിക്കുന്നത് ഇത് തന്നെ സാധനം. പണ്ടൊരു ദിവാസനം ഓർത്തു, ഇത് മനുഷ്യരുടെ പേരായിരിക്കും. ആലയബേത്ത് ഗീമൽ ദാലത്ത് ഹേ വൗ 6ാമത്തെ അക്ഷരമാണ്. അതുകൊണ്ട് അദ്ദേഹം പ്രബോധനം പറഞ്ഞു, ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിൻ്റെ ദാസൻ വൗ എഴുതിയിരിക്കുന്ന ഈ ഭാഗം അവിടെ നിന്ന് വായിച്ച്, ദേവദാസനായ വൗ ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോഴേ തെറ്റിക്കല്ലേ, ദാലത്ത് ഇങ്ങനെ എഴുതും. അതിൻ്റെ അർത്ഥം തന്നെ ഡോറെന്നാ. നമ്മുടെ ഡോറിൻ്റെ പാതി മതി, അത് ഇത്രേ ഉള്ളൂ. എൽ തിരിച്ചിടുന്ന പോലെ. അപ്പോൾ എല്ല് തിരിച്ചിടണം ഇങ്ങനെ. കട്ടളയുടെയൊക്കെ മോൾ ഭാഗം അത്രേ ഉള്ളൂ. ദാലത്ത് എൻ്റെ അർത്ഥം ഡോർ. ദാലത്ത് വൗ, അതൊരു കൊളുത്ത് പോലെ, കൊളുത്തുന്നതിൻ്റെ അർത്ഥവും. പിന്നെ ഒരു ദാലത്ത്. അപ്പോൾ ദാലത്ത് വൗ ദാലത്ത്, അത് തത്തുല്യമായ ഇംഗ്ലീഷ് എഴുതിയാൽ DVD എന്നാവും. വായിക്കേണ്ട എങ്ങനെ? ദാവീദെന്നു. ദാവീദ്. ഇങ്ങനെ എൻ്റെ സംവിധാനം. അന്യായ പ്രയാസമാണ്. കാരണം വള്ളിയില്ല, പുള്ളിയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വായിക്കണം. പക്ഷേ ഒരു യഹൂദനെ സംബന്ധിച്ചുള്ള അത് വലിയ പ്രശ്നമില്ല. ദിനപത്രം വരെ ഇങ്ങനെയാണ്. പക്ഷെ ഒരു പ്രയാസം ഉണ്ടായി. ഇവർ പലതവണ സ്കാറ്റേഡായി. ഈവൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ടൈം ഓൾസോ ദേ സ്കാറ്റേഡ്. സ്കാറ്റേഡായ ആളുകൾ തിരിച്ചു വരും. അതാ ഡയസ്പൊറ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴേക്കും പുതിയ തലമുറ അവരാ ചെന്നിടത്തെ ഭാഷ പഠിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ട് തന്നെ. അപ്പോൾ അവർക്ക് ആ മറ്റേ ഭാഷ വശമില്ല. പക്ഷെ അവരുടെ വേദവചനം അത് വായിക്കേണ്ടത് ഹീബ്രുവിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി തലമുറ അത്യാവശ്യം ഇത് പഠിക്കും. പുരോഹിതന്മാരും പഠിക്കും. അങ്ങനെ പ്രീസ്ലി ഹീബ്രു, പൗരോഹിത്യ എബ്രായ ശക്തിപ്പെട്ടു. ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യത്തിൽ ആർക്കും വായിക്കാറില്ല. അപ്പോൾ ഒരു പറ്റം ജൂത പണ്ഡിതന്മാർ ചേർന്ന് ഈ വായന എളുപ്പമാക്കാൻ ഒരു പണി ചെയ്തു. കുട്ടികൾക്ക് വായന എളുപ്പമാക്കണം. പുതിയ തലമുറയ്ക്ക് അറിയാത്തതുകൊണ്ട് വായന എളുപ്പമാക്കാൻ അവരുടെ ഓൾഡ് ടെസ്റ്റമെൻറ്റിനകത്ത് 2 കോളം ഇങ്ങോട്ടാണ് എഴുതുന്നത്, റൈറ്റ് ടു ലെഫ്റ്റാണ് എഴുതുന്നത്. അപ്പോൾ ഒരു കോളത്തിൽ വൗവൽസ് ഇല്ലാതെ എഴുതും. ഒരു കോളത്തിൽ കൃത്രിമമായി വൗവൽസ് ഉണ്ടാക്കി വള്ളിയും പുള്ളിയൊക്കെ ഇട്ട് ഇപ്പുറത്തെഴുതും. അങ്ങനെ ഈ വൗവൽസ് ഉണ്ടാക്കി കൊടുത്ത ഒരു ജോലിയാണ് ഈ മസോറികൾ ചെയ്തത്. മസോറികൾ എന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്, ഒരു റിലീജിയസ് പീപ്പിളാണ്. അപ്പോൾ അവരിങ്ങനെ എന്തിനാ അവന് ഇപ്പുറത്ത് കൊടുത്തതെന്ന് അറിയണ്ടേ? ഈ വചനത്തിൽ ഞങ്ങൾ കയറി കൈകാര്യം ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല, ഇതാണ് അതിൻ്റെ ഒറിജിനൽ.
പക്ഷെ നിങ്ങളുടെ വായനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒന്നാക്കി തരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 കാര്യങ്ങൾ എഴുതിയിരിക്കും. വിത്തൗട്ട് വവൽസ് ഉണ്ടല്ലോ, ഒറിജിനൽ ഹീബ്രു, അതിൻ്റെ മുകളിൽ എഴുതും KITHIB, കെത്തീബ്. അർത്ഥം ഇങ്ങനെ എഴുതാവൂ, ഇതാണ് ശരി. രണ്ടാമത്തല്ല എഴുതിയിരുന്നും QUERE, കിരെ. കിരയുടെ അർത്ഥം യു ക്യാൻ റീഡ്, ഇങ്ങനെ വായിക്കാം. അപ്പോൾ വായിക്കേണ്ടത്, എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അതൊരു റൂളാണ്. ഇങ്ങനെയാണ്, ഇതാണ് ഒറിജിനൽ. പക്ഷെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അത് ഞങ്ങൾ ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ വൗൽസ് കൊടുത്തത്? മസോറികൾ. അങ്ങനെ യാഹ്വേ എന്ന് വായിക്കാനുള്ള ബുദ്ധിമുട്ട് മാറാൻ അതിനിപ്പോൾ കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഇടാവോ? വളരെ സംശയങ്ങൾക്കും തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ വായന എളുപ്പമാകാൻ വേണ്ടി എലോഹീമിലെ വൗവൽസ് എടുത്തു. ഈയൊക്കെ എടുത്ത് വൈയുടെ താഴെ ഒരു ഈ, എല്ലിൻ്റെ താഴെ ഒരു ഓ, എച്ചിൻ്റെ താഴെ ഐ. അങ്ങനെ എലോഹീമിൻ്റെ അടുത്താണ് യാഹ്വേ എന്താക്കി? യഹോവ. ഇപ്പോൾ മനസ്സിലായോ? ഈ യഹോവ വിരോധമൊക്കെ പറയുന്ന ആളുകൾ അതിൻ്റെ കാര്യകാരണമൊന്നും മനസ്സിലാക്കുന്നില്ല, ചുമ്മാ അങ്ങ് തട്ടിവിടുക. അപ്പോൾ എലോഹീം എന്ന് വൗവലെടുത്ത് യാഹ്വേക്ക് വെച്ചിട്ട് അത് യഹോവ എന്ന് പറയും. പക്ഷെ കറക്റ്റായിട്ടുള്ള നമ്മുടെ ഉച്ചാരണങ്ങളിൽ കഴിവതും യാഹ്വേ എന്ന് വരണം. ഉച്ചാരണം കൊണ്ട് യഹോവ എന്നായിപ്പോയി എന്നോർത്ത് കുഴപ്പമൊന്നും ഇല്ലതാനും. ഇത്രയും മനസ്സിലായോ? വ്യക്തമായില്ല? അപ്പോൾ യാഹ്വേ എന്ന് പറഞ്ഞാൽ, യഹോവ എന്ന് പറഞ്ഞാൽ സംഗതി എന്നാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ കഴിവത് ഏതാ? ഏറ്റവും നല്ല ഏതാ? യാഹ്വേ. ഓക്കെ. അപ്പോൾ ഇനി ഇങ്ങനെ ആണെങ്കിലും നിങ്ങളിപ്പോൾ പോയിട്ട് ഗൂഗിളിൽ ഇതൊന്ന് കേൾക്കാൻ ശ്രമിച്ചു, ക്ഷേമ ഇസ്രായേൽ യാഹ്വേ എലോഹിനു യാഹ്വേ യഹാദ്. പക്ഷെ അത് കേൾക്കത്തില്ല. കാരണം യാഹ്വേ എന്ന് വരുമ്പോൾ അവരത് പറയില്ല. പറയാതെ വീര്യം കുറഞ്ഞ മറ്റൊരു പദം എടുത്തു വെക്കും. അതാണ് അദനായ്. നമ്മൾ അഡോണായി എന്ന് പറയും. അത് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ല. പിന്നെ എങ്ങനെ? അദനായ്. അദനായ് എന്ന് പറയും. യാഹ്വേ എലോഹിനു, അതിന് എന്ത് പറയുക അറിയോ? അദനായ് എലോഹിനു, ക്ഷേമ ഇസ്രായേൽ അദനായ് എലോഹിനു അദനായ് യഹാദ്. ഇങ്ങനെ കേൾക്കത്തുള്ളൂ. പക്ഷെ എഴുതുമ്പോൾ അദനായി എന്ന് എഴുതത്തുമില്ല. പിന്നെ അങ്ങനെ എഴുതും YHWH. കുറേ കൂടി റിലീജിയസ് പീപ്പിള് വന്നപ്പോൾ അവരെന്ത് ചെയ്യും വെച്ചാൽ, ഈ അദോനായിയെ നമ്മളെന്തിനാ യാഹ്വേ അദോനായി ആക്കുന്ന? അദോനായുടെ അർത്ഥം മാസ്റ്റർ എന്നാണ്. അത് വിദ്യാർത്ഥിക്ക് അധ്യാപകനെ വിളിക്കാം, ഒരു സ്ലേവിന് യജമാനെ വിളിക്കാം, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം. അങ്ങനെയാണ് സാറാ വിളിച്ചു എന്ന് കേട്ടിട്ടില്ലേ? ഇതൊന്നിപ്പോൾ പോയി ഇന്ന് മൂലം അങ്ങനെ വിളിക്കണമെന്നില്ല. വികാസം പറഞ്ഞല്ലേ എന്ന് ഓർത്ത് അച്ഛാന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നവരെ അങ്ങനെ അങ്ങ് തുടർന്നാൽ മതി അല്ലേ? അപ്പോൾ അദനായി മനുഷ്യനെ ദൈവത്തെയും വിളിക്കാം, പക്ഷെ അത് കറക്റ്റല്ല. പലരെ വിളിക്കാം. അപ്പോൾ പുതിയൊരു ചിന്ത വന്നു. ഒരു കാര്യം ചെയ്യാം, യഹോവെന്ന് വിളിക്കാൻ പേടി. നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുതെന്നുള്ള ഭയം കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. ഇവിടെ നമ്മൾ ഇന്നലെ ഒരു പാട്ട് യഹോവാ ദൈവം, അത് കേട്ട അവർ കിടന്ന് ഇവരെന്താ പറയുന്ന ഓർക്കും. അവർക്ക് പേടി. അപ്പം നമുക്കിത് പറയാമോ യഹോവ? ഒരു വിഷയമില്ല, പറയാം. എന്താ കാര്യം? ഭയമാണ് അവരുടെ ആ ഭക്തിയുടെ ആധാരമെങ്കിൽ നമുക്ക് സ്നേഹമാണ് ആധാരം. മനസ്സിലായില്ലേ? അതാണ് കാര്യം. ഞാനത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വരും, പറയാം. ദെൻ പുതിയ ജൂതപണ്ഡിതന്മാർ പിന്നെയും ശക്തിപ്പെട്ടിട്ട് അവരൊരു കാര്യം ചെയ്തു. അവിടെ അതൊന്നായൊന്നും വേണ്ട, ഈ കിടക്കുന്ന അങ്ങനെ തന്നെ കിടക്കട്ടെ. പകരം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമുക്ക് അതിൻ്റെ അക്ഷരങ്ങൾ മാത്രം പറഞ്ഞു പോവാം. എന്ന് വെച്ചാൽ YHWH എന്ന് കിടക്കുന്നതിൻ്റെ തത്തുല്യ എബ്രായ അക്ഷരങ്ങൾ യോദ് ഹേ വൗ ഹേ എന്ന് പറയാം. നമ്മൾ ഹാപ്പി എന്നുള്ളതിന് HAPPY എന്ന് പറയുന്ന പോലെ യോദ് ഹേ വൗ ഹേ ഇങ്ങനെയാണ് ഇപ്പോൾ പറയുക. ഓക്കെ. യാഹ്വേക്ക് എന്താ പറയുന്നത്? യോദ് ഹേ വൗ ഹേ. അപ്പോൾ അതെങ്ങനെ വരും? കെരീബ് കെത്തീബ് കിരേ വായിക്കേണ്ടത് എങ്ങനെ വരും? അത് നിയമം അനുസരിച്ച് ക്ഷേമ ഇസ്രായേൽ യോദ് ഹേ വൗ ഹേ എലോഹിനു യോദ് ഹേ വൗ ഹേ യഹാദ്. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ അങ്ങനെ ഒത്തിരി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് സിമ്പിളാക്കി പറയാം. ഒരിക്കലൊരാൾ പ്രപഞ്ചമെന്ന് പറഞ്ഞു, യൂണിവേഴ്സ് എന്നുള്ളത്.
കേട്ടവന് മനസ്സിലാകുന്നില്ല എന്തോ പ്രപഞ്ചം. പിന്നീട് പറഞ്ഞാൽ ഒന്ന് സിമ്പിളാക്കി പറയാ ബ്രഹ്മാണ്ട കടാഹമെന്ന്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളാക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ പോയി യൂത് ഹേ വൗ ഹേ എന്നും പറഞ്ഞ് ഇവിടെ നിൽക്കുക. നീങ്ങേണ്ടില്ല, ഇതുവരെ ഒരിഞ്ച് നീങ്ങേണ്ടില്ല. ക്ഷേമാ ഇസ്രയേൽ യാഹ്വേ ലോഹിനോ യാഹ്വേ ഹാദ്. ഇസ്രയേലെ കേൾക്ക, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. ഇതിലൊരു പദം നമുക്ക് പുറത്തോട്ടെടുക്കണം. അതാ ലാസ്റ്റ് എലോഹിനു. ഈ ഉകാര ശബ്ദം എലോഹിനു ഉ എന്ന് പറഞ്ഞ് തീർന്നാൽ ഒരു കാര്യം ഓർത്തോണം, അതിൽ ബഹുത്വമുണ്ട്. നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉകാര ശബ്ദം വന്നത്. ഒരു കൺജങ്ഷനാണ്. ഓക്കെ, അത് മനസ്സിലാക്കാൻ എളുപ്പവഴി പറഞ്ഞുതരാം. ഇമ്മാനുവേൽ എന്ന് പറയല്ലോ, ഇമ്മാനുവേൽ. ഊ വന്നപ്പം നമ്മോട് കൂടെയുള്ള ദൈവം. ഓക്കെ, ഒന്നിലധികം വരും. അതൊക്കെ ഈ ട്രിനിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വളരെ രസകരമാണ്. ഹല്ലേലൂയ എന്നാണ് പറയേണ്ടത്. ഹലൽ ഓ യാഹ്. അവിടെ ഊ ശബ്ദം വന്നു, ഇവിടെ എന്താ വന്നിരിക്കുന്നു? അതൊക്കെയാണ് ട്രിയൂണിറ്റി പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊരല്പ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ ഈസിയാണ്. പക്ഷേ നമ്മളതിന് പകരം ട്രിനിറ്റി പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞല്ലേ. വെള്ളം, അത് നീരാവിയുണ്ട്, പിന്നെ വെള്ളമുണ്ട്, ഐസുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിച്ചേ. അതല്ല അതിനകത്ത് പാലൊഴിച്ചു എന്നൊന്നും പറഞ്ഞില്ലല്ലോ. നന്നായി. ഞങ്ങളുടെ ഒരു സാറ് പഠിപ്പിച്ചതാണ്. ഞാൻ എൻ്റെ അപ്പന് മകൻ, എൻ്റെ മകന് ഞാൻ അപ്പൻ, ഇങ്ങനെ കുറേ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അനിയന് ഞാൻ ചേട്ടൻ, എൻ്റെ പെങ്ങളെ കെട്ടിയവന് ഞാൻ അളിയൻ. ഇരിടാവളെന്ന് പറഞ്ഞു. അഹങ്കാരി. ഇത്ര ഉദാഹരണമൊക്കെ കളയണം. അതുകൊണ്ടായി പറ്റിപ്പോയത്. ഈ ഉദാഹരണമൊന്നും വഴി ദൈവത്തെ തെളിയിക്കാനായിട്ട് പറ്റില്ല, ഈ കാര്യം പഠിക്കാനും പറ്റില്ല. നമുക്ക് ബൈബിളിൽ തന്നെ ഉണ്ട് ഐഡിയകൾ. ഒരല്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇതൊക്കെ മനസ്സിലാവും. നാളെ നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊരുന്ന് വന്നാണ്, അത്യാവശ്യം ഒരു തെളിവെടുക്കാൻ വന്നാണ്. ഇവിടെ ഒരു പദം കണ്ടു, എലോഹിനും. ഇത് നമ്മൾ പറയാറുള്ള എലോഹി, എന്നെ ഓർക്കണേ എന്നൊക്കെ പാടില്ലേ, എലോഹി. ദെൻ ലാസ്റ്റ് ഒരെണ്ണം കണ്ടു, എഹാദ്. എഹാദിൻ്റെ അർത്ഥം ഏകൻ. പക്ഷേ ഇത് അബ്സല്യൂട്ട് വണ്ണിനല്ല എഹാദ് ഉപയോഗിക്കുക സാധാരണ. അബ്സല്യൂട്ട് വണ്ണിന് ഉപയോഗിക്കുന്നതല്ല സാധാരണഗതിയിൽ എലോഹിനു, എഹാദ്. കളക്റ്റീവ് വൺ. ഇപ്പം നാക്കോവിൻ്റെ സമ്മേളനം നടക്കുകയാണ്, നിങ്ങളവിടെ പോകുന്നുണ്ട്. ബൈ ചാൻസിൽ ഒരു ചർച്ച വന്നില്ല, അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളേക്കും ഒരു ചർച്ച വന്നില്ലല്ലോ, അതെന്തി അവർ വന്നില്ല. വരാത്തത്ര പേരുണ്ട്, ഒരു ചർച്ച ഉള്ളൂ. ഒരു ചർച്ച് എന്ന് പറയുന്ന നിലയിലാണ് ഒന്നിലധികം ചേർന്നുണ്ടാകുന്ന ഒന്നിൻ്റെ പേരാണ് എലോഹിനു. കളക്റ്റീവ് വൺ, നോട്ട് അബ്സല്യൂട്ട് വൺ. ഇത് ബൈബിളിൽ ആദ്യം കാണുന്ന ഒരു സ്ഥലമാണ്. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. സന്ധ്യയായി ഉഷസ്സുമായി, സന്ധ്യയും ഉഷസ്സും ചേർന്നൊന്ന്, ഒന്നിലധികം ചേർന്നൊന്ന്. സന്ധ്യ ഉഷസ്സും ചേർന്ന് അടുത്ത ഒന്ന് രണ്ടാം ദിവസം, സന്ധ്യ ഉഷസ്സും ചേർന്ന് അടുത്ത ഒന്ന് മൂന്നാം ദിവസം, ഒന്നിലധികം ചേർന്ന്. ഇനി അതിലും നല്ലൊരു ഉദാഹരണമുണ്ട്. ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാകും, രണ്ടാൾ ചേർന്ന് ഒന്ന്. അതാണ് എഹാദ്. സമാഗമന കൂടാരത്തിലെ 50 മുൾക്കൊളുത്തുകൾ ഒന്നായി ചേർന്നിട്ട്, ഈ മുൾക്കൊളുത്തുണ്ടല്ലോ കൂടാരത്തിന്, പണ്ട് കാലത്തൊക്കെ നമ്മുടെ ചർച്ചിൽ വലിയൊരു ചാർട്ടുമൊക്കെ കെട്ടി അപ്പച്ചന്മാർ ഇതൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഓട്ടിച്ചാടിയൊക്കെ നടന്നല്ലേ. ദാനിയേലിൻ്റെ പടം, ദാനിയേലിലെ ഒരു ബിംബം അല്ലേ, ഒരപ്പച്ചൻ കുളിച്ചിട്ട് തണുത്ത് നിൽക്കുന്ന പോലൊരു പടം, എന്നും പറഞ്ഞ് നിൽക്കുന്ന പോലൊരു പടം. ആ ബിംബമാണ് സ്വർണം കൊണ്ടുള്ള ബിംബം. സ്വർണ്ണമല്ല, 5-6 ലോഹം കയറുന്നൊരു ബിംബം ഇല്ലേ, ഇതൊക്കെ വെച്ച് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരപ്പച്ചൻ ഈ ടാവർനാക്കൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, ചട്ടി, ചട്ടുകം, കിണ്ണം ഇതെന്തിനാ കാണിക്കുമെന്ന് ചോദിച്ചു. MDH കഴിഞ്ഞൊരു സഹോദരനോടുണ്ടായിരുന്നു, അവനവിടെ നിന്ന് പറയാം തട്ടുകടയെ കാണിക്കുന്നു. എന്തൊക്കെയാ? ചട്ടി, ചട്ടുകം, കിണ്ണം.
എന്തിനെ കാണിക്കുന്നു? പണ്ടിങ്ങനൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഗ്രഹിച്ചിട്ടുണ്ട്. 50 കൊളുത്തുകൾ ചേർന്ന്, ഒന്നിലധികം ചേർന്ന് ഒന്ന്, മറക്കല്ല ഇതിനൊക്കെ പറയുന്നത് കേട്ടോ, ഒന്നിലധികം ചേർന്ന് ഒന്ന്. ഇനി അബ്സല്യൂട്ട് വണ്ണിന് പറയുന്നൊരു പദമുണ്ട്, ഇഫ്താഹിൻ്റെ ഏക മകൾ. അത് ഒന്നിലധികം ചേർന്ന് ഒന്നാണോ? അതിന് വയ്ക്കുന്നൊരു പദമുണ്ട് യാഹീദ്, YAHWD, യഹാദല്ല യാഹീദ്. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അന്ന് വിലപിക്കും. അവിടെ യഹാദല്ല യാഹീദ്. ഒറ്റക്കൊരു ഒന്നിന് പറയുന്നതാണ് യാഹീദ്, കളക്റ്റീവ് ഒന്നിന് പറയുന്നതാണ് യഹാദ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന എബ്രായ ഭാഷ മാതൃഭാഷയായ യഹൂദന് എന്നിട്ട് ഇതെന്താ മനസ്സിലാഞ്ഞ് ഒന്നിലധികം ചേർന്ന് ഒന്നായാകൂ എന്ന് മനസ്സിലാഞ്ഞ്? അതിൻ്റെ കാര്യം 50 നമ്മൾ യെശയ്യാവ് വായിച്ചിട്ട് നമുക്ക് മനസ്സിലായി അത് യേശുവാന്ന്. അത് അവന് പിടിയിട്ടില്ല. കാരണം ക്രൂസിഫൈഡ് ക്രൈസ്റ്റിനെ ക്രിസ്ത്യൻസാ ഉൾക്കൊണ്ട്. അപ്പോൾ ഒന്നിലധികം അതിലുണ്ട് എന്ന് അംഗീകരിക്കാനാവില്ല. ഇനി മറ്റൊന്ന്, ദൈവപിതാവിനെ പറ്റി പറയുന്നത് നിത്യപിതാവ്, അങ്ങനല്ലേ? നിത്യപിതാവ്. നിത്യപിതാവ് എന്നൊരാളിനെ വിളിക്കണമെങ്കിൽ പുത്രനും നിത്യനായിരിക്കണം. ശരിയാണോ? ശരിയല്ലേ? നമുക്കൊക്കെ മക്കളുണ്ട്. എനിക്ക് 27 വയസ്സിലാണ് ഒരു മോളുണ്ടാകുന്നത്. 30-31 വയസ്സായപ്പോൾ ഒരു മോനുണ്ടായി. ഇടയ്ക്കൊരാളുണ്ട്. 3 പേരാണ്. എന്നെ നോക്കി ഒരാൾ നിത്യപിതാവെന്ന് വിളിക്കുമോ? ചുരുക്കം പറയാം, ഞങ്ങളുടെ നിത്യപിതാവ് ഇതെന്ന് പറയുമോ? ഇല്ല. നിത്യപിതാവാഞ്ഞ എന്താ? ഞാൻ എന്നുണ്ടോ അന്ന് അവനും ഉണ്ടാകണം, എങ്കിലേ നിത്യമാവുള്ളൂ. ഇറ്റേണൽ. ശരിയാണോ ലോജിക്കലി? ആ മനുഷ്യന് പറ്റില്ല. ശരിയല്ലേ? അപ്പം നിത്യപിതാവ്, നിത്യപുത്രൻ എന്നൊക്കെ പറഞ്ഞാൽ പുത്രൻ നിത്യനാകണം, പിതാവ് നിത്യനാകണം, നിത്യാത്മാവെന്ന ഹോളി സ്പിരിറ്റിനെ വിളിക്കുന്നത്. എന്നേക്കുമുള്ളത്, ആരംഭം പാടില്ല. ഒരു ഏകദേശമൊക്കെ കിട്ടിയോ? ബാക്കി നമുക്ക് അക്കാര്യമൊക്കെ നാളെ ചിന്തിക്കാം. അപ്പോൾ ഈ വാക്യം മറക്കണ്ട, ഇത് സുപ്രധാനമാണ്. നമുക്ക് ക്രിസ്തുവിലേക്കാണ് പോകണ്ടേ. യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പദം നിഷ്പാദിച്ചത് യാഹ്വേയിൽ നിന്നാണ്. യേശു എന്ന പദം ഉണ്ടായി വരും. നമ്മൾ യേശു എന്ന് മലയാളത്തിൽ പറയുന്ന പദത്തിൻ്റെ എറ്റിമോളജി, അത് രൂപപ്പെട്ടു വരുന്നത് യാഹ്വേ യാഷ്വ, അതാണ് യഹോഷ്വ. യാഹ്വേ പ്ലസ് യാഷ്വ, യഹോഷ്വ. ആ യഹോഷ്വ മലയാളികൾ യേശു എന്ന് പറയാൻ തുടങ്ങി. അതിൻ്റെ ഗ്രീക്ക് ലിപ്യന്തരീകരണമാണ് ഈസൂസ്. അതിൽ നിന്നാണ് ഈസൂസ് ക്രിസ്റ്റൂസാണ് ഇവർക്ക് ജീസസ് ക്രൈസ്റ്റ് ആയത്. ഓക്കെ. അപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന, ഈ ഭാഷയോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ മലയാളത്തിലെ പ്രയോഗമാണ്. അതാ ഇന്നലെ ഞാൻ പറഞ്ഞു. ഏതാണ്? യേശു. കൊച്ചുകുട്ടികൾ യേശു എന്ന് പറഞ്ഞാൽ തിരുത്തണ്ട, അതാണ് കുറേ കൂടെ ശരി. യേശു. ഓക്കെ. അപ്പോൾ ജീസസ് യേശു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ തുടക്കം ഇതാ യാഹ്വേ യാഷ്വ. യാഹ്വേ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ സകർമ്മകനായ ആക്റ്റീവായ ഗോഡാണ്. ആ യാഹ്വേ രക്ഷകനായി വന്നതാണ്, യാഷ്വ ആയതാണ്, യോശുവ ആയതാണ്. ആര്? യേശു. യാഹ്വേ യാഷ്വ, യഹോഷ്വ എന്നാണ് ജീസസിനെ അവർ വിളിക്കുക, യഹോഷ്വ. ജൂയിഷ് ക്രിസ്ത്യൻസ് ഉണ്ട് നമുക്കിവിടെയൊക്കെ കാണാം. സിനഗോഗ് അവർ ക്രിസ്ത്യൻസിനെ കാണാം. ജൂയിഷ് ക്രിസ്ത്യൻസ്, ദേ ആർ അഡ്രസ്സിങ് സൺ ഓഫ് ഗോഡ് ആസ് യഹോഷ്വ. യഹോഷ്വ ഹമശിഹ. യഹോഷ്വ എന്ന് ജീസസ് ക്രൈസ്റ്റ് എന്നെ വിളിക്കുന്നത് യഹോഷ്വ മശിഹ. മുഷിയുന്നുണ്ടോ? മുഷിയാണോ? ബോറടിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് അടുത്തിലേക്ക് പോകാം. യഹോഷ്വ മശിഹ, യഹോവ എന്ന രക്ഷകൻ, അതാണ് കർത്താവ്. ആ കർത്താവിനെ പറ്റിയാണ്, യേശുവിലേക്ക് നമ്മൾ വന്നു, ചില വിഷയങ്ങൾ ചിന്തിച്ചു പോകുമ്പോഴാണ്. അതിന് എബ്രാലേനെടുത്ത് എബ്രാലേനത്തിൽ പറയാണ്, ഈ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ലുക്കിംഗ് ആൻ ടു ജീസസ്. യേശുവിനെ നോക്കുക. ഓതർ ആൻഡ് ഫിനീഷർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്ന ആൾ, അതാണ്. എന്തിനായിരുന്നു? വൈ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. എന്തിനാണ് ക്രിസ്തു ജഡത്തിൽ വന്നത്? പറയാം. ഒരു കേരളീയമായ പശ്ചാത്തലത്തിൽ ചേർത്ത് പറയാം, മനസ്സിലാകാനാണ്.
നിങ്ങൾ നഴ്സിനൊക്കെ പഠിച്ച് കേരളത്തിൽ പഠിച്ചു വന്നവരുണ്ട്. നിങ്ങളൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, പിന്നെ അറിയുന്നത് ഇതിന് നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമില്ല ഈ സ്ഥാപനത്തിന്. പണ്ടുണ്ടായിരുന്നു, ആ ബലത്തിൽ തുടങ്ങിയാണ്, ഇടയ്ക്ക് എന്നാലൊക്കെ കിട്ടും. പക്ഷേ പേപ്പറും നടപടിക്രമമൊന്നും പുതുക്കിയില്ല, അത് കിട്ടിയില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാലിഡല്ല. നിങ്ങൾ കേസിന് പോയി, 16 കുട്ടികളുണ്ട്, സ്ഥാപനത്തിനെതിരെ പോയി. INC വിളിച്ചു, അവർ കൈമലർത്തി കാണിച്ചു. നോംസിൻ്റെ ഇവരതൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല. ഞങ്ങളെന്ത് ചെയ്യും? കോടതി എന്താ ചെയ്യുന്ന അറിയണ്ടേ? നിങ്ങൾക്കൊരു അനുകൂലവും തരികയില്ല. അതുകൊണ്ടല്ലേ അവിടെ ഇരിക്കുന്ന കക്ഷിയൊക്കെ ഉണ്ടോ കണ്ണ് കെട്ടി ഇങ്ങനെ ഇരിക്കുന്നത്? എന്തിനാ? തൊട്ട് മുമ്പേ നിൽക്കുന്ന ആരാന്ന് അറിയണ്ടെന്ന്. ആ സ്റ്റാച്ചു കണ്ടിട്ടില്ലേ? അതിനാണ് കണ്ണ് കെട്ടിയേക്കുന്നത്. ഇങ്ങനെ നിൽക്കുകയാണ്. അത് ആ കനം നോക്കി വിധി പറയണം. പറഞ്ഞത് അവിടെ നിയമം മാത്രമേ ഉള്ളൂ, വേറൊന്നും അറിയണ്ട. അവിടെ സഹതാപത്തിന് പ്രസക്തിയില്ല, നിയമം പാലിക്കണം. സർക്കാരിനോട് ചോദിച്ചു, നിങ്ങൾ അറിയില്ലേ നിങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യാമോ? നമ്മുടെ പേരൻസ് എല്ലാം ഞങ്ങളുടെ കുട്ടികളും പറഞ്ഞു, ഞങ്ങളുടെ ആ പേപ്പേഴ്സ് എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് പാസ്സായി, ബാക്കിയൊക്കെ കറക്റ്റാണ്. INC കൈമലർത്തി. തർക്കം നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട്, ഈ സർക്കാരും കോടതിയും തമ്മിൽ 2 തട്ടിലാകുമ്പോൾ ഇത്തരം കുരുക്കുകൾ അഴിക്കാനൊരു പ്രശ്നമുണ്ട്. സർക്കാരൊരു സംവിധാനം വെക്കും, സർക്കാരല്ല കോടതി. അമിക്കസ് ക്യൂറി എന്ന് പറയും, ആൻ അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ദ ക്ലൈൻറ്റ്. ആ ക്ലൈൻറ്റും, രണ്ടും ക്ലൈൻറ്റാണ്, ഇവർ തമ്മിലൊരു ഒത്തുതീർപ്പ്, ആർക്കും പ്രശ്നമില്ലാത്ത വിധത്തിൽ. ഈ വരുന്ന ആളിനൊരു പ്രത്യേകത ഉണ്ട്, ചുമ്മാ എല്ലാവരും ആക്കുകയില്ല. കോടതിക്ക് വിശ്വാസം വേണം, ഇയാളൊരു നിയമജ്ഞനായിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ആളുമായിരിക്കും, നമ്മുടെ സഹതാപം, നമ്മുടെ അവസ്ഥ അറിയാം, രണ്ടും അറിയാവുന്ന ഒരാൾ. മനസ്സിലായോ? അപ്പോൾ മനുഷ്യരും ദൈവവും തമ്മിൽ നാച്ചുറലി ഒരു കണക്ഷൻ ഇല്ല. എന്താ കാരണം? എന്താ? സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. മനുഷ്യൻ പരിമിതികളുള്ളവൻ, അടുക്കാൻ വയ്യ. അവനെ പറഞ്ഞ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി. അപ്പോൾ ലിമിറ്റഡാണ് നമ്മൾ, ഇൻവാല്യുബിളായിട്ടുള്ള ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലാൻ കഴിയില്ല നമുക്ക്. ഞാനൊരു വിധത്തിൽ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആ വിശുദ്ധിയുടെ തീവ്രത നിമിത്തം എനിക്ക് ദൈവത്തെ അങ്ങോട്ട് പ്രാപിക്കാനാവില്ല. അപ്പോൾ ദൈവം എന്നിലേക്ക് വന്നാലോ, എൻ്റെ പാപവും കുറവും നിമിത്തം പറയും, അയ്യോ വരരുത്, ഞാൻ കുറവുള്ള മനുഷ്യൻ. ഇതാ യെശയ്യാവ് പറയുന്നത്, വരരുത് വരരുത് വരരുത്. യോജിച്ചു പോവോ? യോജിക്കില്ലെന്ന്. ഈ യോജിക്കാത്ത 2 ക്ലൈൻസിനെ തമ്മിൽ യോജിപ്പിക്കണമെങ്കിൽ ഒരേ സമയത്ത് എൻ്റെ പരിമിതി അറിയണം, ആ ദൈവത്തിൻ്റെ ശക്തി അറിയുന്ന ഒരുവനെ പറ്റൂ. ഈ കുട്ടികളെ പഠിച്ചത് അവരുടെ അവസ്ഥ അറിയണം, സഹതാപം വേണം. അപ്പോൾ തന്നെ റൂൾസ് ഉണ്ടല്ലോ, നോംസ് പാലിക്കണം. ഇല്ലേ പറ്റില്ല, ശരിയല്ലേ? രണ്ടും അറിയണം, അല്ലെങ്കിൽ പറ്റില്ല. ഇതിനാണ് ദൈവപുത്രൻ ജഡത്തിൽ വന്നതെന്ന്. യേശു എന്തിനാ ജഡത്തിൽ വന്നേ? എന്നോട് സഹതപിച്ചും ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കാൻ. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാനാണ് ഉദാഹരണം പറഞ്ഞത്. എന്നെ മനസ്സിലാക്കണം, എൻ്റെ കുറവുകൾ മനസ്സിലാക്കണം, ഒപ്പം ആ നല്ല ന്യായാധിപതിയുടെ ആ നീതിബോധം ഉൾക്കൊള്ളണം. അങ്ങനെ ഒരാളിനെ ആയിരിക്കും ഒത്തിരി വിധി പറഞ്ഞ ശീലമുള്ള ഒരു ഒരു ജഡ്ജ് തന്നെ ആയിരിക്കും പലപ്പോഴും ഈ അമിക്കസ് ക്യൂറി വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു അർത്ഥത്തിൽ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പരിപാടി, ഇവിടെ അത് കണ്ടില്ല, ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു, എൻ്റെ നോവൽവാദറിൻ്റെ ഒക്കെ അടുത്ത് ചോദിച്ചു, ഈ അതിരിനൊരു മരം വെച്ചിട്ട് നമ്മുടെ കാരണവർ അയൽക്കാരനെ നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പാകത്തിനൊരു പണി ചെയ്തിട്ടായിരിക്കും മരിക്കുന്നത്, അല്ലേ? അതിൻ്റെ വേരെല്ലാം അവൻ്റെ പറമ്പിൽ, കുറേ ഫലം അവിടെ, അതിങ്ങനെ അങ്ങോട്ടങ്ങ് വളയും. മരത്തിനുണ്ട് ഏതാണ്ടൊരു വിരോധം പോലെ, അത് അങ്ങോട്ടങ്ങ് വളരും. ഇത് മുറിക്കുമോ അതുമില്ല, ആകെ വിഷയമാവും. അപ്പം ഞാനും നമ്മുടെ ഫിന്നിപ്പാസും തമ്മിൽ ഈ മരത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് തർക്കമായി. കുറേ കഴിഞ്ഞ് ഈ മരത്തിൻ്റെ വിലയൊന്നുമല്ല വിഷയം, ഞങ്ങളുടെ ആ ഈഗോ അങ്ങനെ അങ്ങാവും.
അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലേക്ക് ഈ ദേവദാസൻ ഇടപെട്ട് എന്നോട് പറഞ്ഞു, ഇദ്ദേഹം തൂച്ചയുടെയൊക്കെ പ്രസംഗിക്കുന്ന ഒരാളല്ലേ, അത് ഒരു പാസ്റ്ററല്ലേ, നിങ്ങളിങ്ങനെ പോയാലെങ്ങനെ? പറഞ്ഞു അവസാനം ഈ മീഡിയേറ്റേഴ്സ് എന്താ ചെയ്യുന്നത് അറിയണ്ടേ? ഒരു വാക്ക് പറയും, അത് പോട്ടെന്ന് പറയാൻ വേണ്ടി അച്ഛൻ ഇത്രയും വിഷമിക്കണോ? എനിക്കും അറിയാമായിരുന്നു പോട്ടെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് രക്ഷയില്ലെന്ന് കണ്ടു. അപ്പോൾ അവിടെ ചെന്ന് എന്താ പറഞ്ഞു, പോട്ടെന്ന്. പുള്ളി ആകെപ്പാടെ ഇത് തന്നെ പറഞ്ഞു, അച്ഛനോട് ബഹുമാനമൊക്കെ ഉള്ളൂ, പക്ഷേ അങ്ങനെ പോട്ടെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ എത്ര കേസായി? അപ്പോൾ 16 വർഷത്തെ കേസുകൊണ്ട് എൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ തമ്മിൽ അവർക്ക് ഈ കേസൊന്നുമില്ല, പപ്പായ്ക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നും പറഞ്ഞ് അവരിങ്ങനെ നടക്കുക. ഇവർ തങ്ങളിൽ നല്ല കൂട്ടുപോയി. ഞങ്ങളുടെ ഈഗോ കാരണം പറ്റാതെ വന്നപ്പോൾ ഈ ഫാസ്റ്റ് ഒരു പണി, ഇത് ശരിയല്ലല്ലോ ഈ പോക്ക്. ഒരു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ മരത്തിന് എന്ത് വില വരും? ഇത്ര വരും. ആ മരത്തിന് എനിക്കൊരു വില ഇങ്ങ് തന്നു, സ്വന്തം പോക്കറ്റിൽ നിന്ന്. പാസർക്കും കൊടുത്തു, തത്തുല്യമായൊരു വില കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇതിവിടെ നിർത്തുകയേ വേണ്ട, വെട്ടി ഞാൻ കളഞ്ഞേക്ക്. ഞാൻ കിട്ടിയ സന്തോഷത്തോടെ വീട്ടിൽ വന്നു. മരം കെട്ടിക്കൊണ്ട് 2 പോയി. 2 മരത്തിൻ്റെ വില ചിലവായി. പാസർക്ക് വലിയ സന്തോഷം, ഇടപെട്ട കാര്യം, ഇച്ചിരി ക്യാഷ് പോയാലും വിജയിച്ചല്ലോ, അവർ സന്തോഷമായിട്ടിരിക്കണം. രാത്രിയായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ദുഃഖം. ആ പാവം മനുഷ്യൻ ഈ ക്യാഷ് കൊണ്ട് തന്നല്ലോ, ഒരു തെറ്റും ചെയ്യാത്ത ആൾ, എനിക്ക് തിരിച്ചു കൊടുക്കണം. ഞാനിത് വേണ്ടി ഇറങ്ങി. ഞാൻ കൊണ്ട് പാസം അവിടെ നിൽക്കുന്നു വീടിൻ്റെ മുറ്റത്ത്. പ്രശ്നം തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതങ്ങ് തിരിച്ചു കൊടുക്കുക, പറ്റുന്നില്ല. അദ്ദേഹം പറയാം, ഞാൻ തിരിച്ചു കൊടുക്കുക, എനിക്കും വേണ്ട. ഞങ്ങൾ 2 ആളും ഈ ക്യാഷ് കൊണ്ട് ഈ മീഡിയേറ്റർ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറയുക, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാനാണ് ഞാൻ ഈ ചിലവിട്ട്, അതിനാ വിലയൊന്നും ഇല്ല, നമ്മൾ അടിച്ചു പിരിയേണ്ടവരല്ല. ചുരുക്കി എനിക്കും ക്യാഷ് വേണ്ട, അദ്ദേഹത്തിനും ക്യാഷ് വേണ്ട. പാസ്റ്റർ ഈ ക്യാഷിന് വിലയും കൽപ്പിക്കാതെ വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ രൂപപ്പെട്ട പുതിയൊരു ബന്ധം, അത് ആ ക്രൂശ് നമുക്ക് പ്രദാനം ചെയ്തേ. മനസ്സിലായോ? യേശു ക്രൂശ് ചെയ്തെന്താ? നമുക്ക് വേണ്ടി വില. അതിനു വേണ്ടിയാണ് ദൈവപുത്രൻ എൻ്റെ പരിമിതികൾ അറിഞ്ഞ് എന്നിലേക്ക് വന്നതാണ് ഗോസ്പൽ അഥവാ സുവിശേഷം. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, അതിനർത്ഥമുണ്ട്. അത് അവതാരമൊന്നുമല്ല. അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നത് അവതാരം. ദൈവോത്തരം കാണണോ? സ്വർഗത്തിൽ കുറച്ചു നേരം ഇരുന്നു, ഇനിയും കുറച്ച് നാൾ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം. ഇത്ര നാളാണ് സ്വർഗത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ വന്നാണോ? അങ്ങനെ പറഞ്ഞ കാലസമ്പൂർണത വന്നപ്പോൾ ഒരു സാധാരണ മനുഷ്യനായിട്ട് വന്നു. ഇനി വളരെ ശ്രദ്ധിക്കണം ഇനി പറയുന്ന കാര്യം. ഇത് വെറുതെ ഒന്നല്ല. കാലങ്ങൾക്കപ്പുറത്ത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രവചനമുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. 3:14 ഉൽപ്പത്തി അല്ലേ? 3:14, 3:14. ആ വാക്യത്തിൻ്റെ പേര് പറയും പ്രോത്തോ ഏവൻഗേലിയോൻ. ഈ പദക്കൾ കേട്ടിട്ടുണ്ട് നമ്മുടെ യാക്കോബ സഭയിലൊക്കെ. ഏവൻഗേലിയോൻ വായിക്കുക എന്ന് പറയും അല്ലേ? പ്രോത്തോ ഏവൻഗേലിയോൻ, ആദ്യത്തെ സുവിശേഷം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുക. അതൊരു അലിഗറിക്കലായ പ്രയോഗമാണ്. പാമ്പിനെ മനസ്സിലായല്ലോ. എൻ്റെ തല ആരാ തകർക്കുന്നത്? ദൈവപുത്രൻ, സൺ ഓഫ് ഗോഡ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന പ്രവചനമാണ് അന്നത്തെ മനുഷ്യരാശിക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പ്രചോദനമായി തീർന്ന സുവിശേഷം. അത് പക്ക എന്താണ് കാൽവറി നടക്കാൻ പോകുന്നുള്ളതിൻ്റെ പ്രഡിക്ഷനാണ് ആ വചനം. പക്ഷെ ഒരു പ്രശ്നം, ഈ സ്ത്രീയുടെ സന്തതി, ഔവയുടെ മകൻ കയീൻ ഹാബേലിനെ കൊന്നു. കയീൻ ഹാബേലിനെ കൊല്ലുമ്പോൾ കയീൻ കൊലപാതകയായി, ഹാബേൽ രക്തസാക്ഷിയായി. ശേഷം ചോദിക്കുന്നുണ്ട് പരോക്ഷമായിട്ടെങ്കിലും, ഇനി ഈ പ്രോവസി എങ്ങനെ നടക്കും? ഒരുത്തൻ മലിനപ്പെട്ടു കൊലപാതകയായി, മറ്റവനെ ഞാൻ കൊന്നു നീതിമാനെ. പലപ്പോഴും നമ്മൾ ഓർക്കുക, വാഗ്ദത്തങ്ങളുടെ വഴിയിൽ പിശാച് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. വഴിയടക്കാൻ പരമാവധി നോക്കും. നിങ്ങൾ പരിശോധിക്കുക, നമ്മുടെ ഗോത്രമാതാക്കളെ പരിശോധിക്കുക. പലരും ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ച് പ്രസവിക്കാനാവാത്ത വിധത്തിൽ അവരുടെ ഉദരമടച്ച കാഴ്ച കാണാം. റിബേക്കയെ കാണാം, പിന്നെ നമ്മുടെ സാറയെ കാണാം. കാരണം വാഗ്ദത്ത സന്തതിയുടെ വഴി തടയണം.
ക്രിസ്തു ജനിക്കേണ്ട ഉദരമായത്. പക്ഷെ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ ഇഹലോകത്തിലേക്ക് അയച്ചു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഈ പ്രവചനത്തിൻ്റെ വഴി ഇങ്ങോട്ട് വരുമ്പോൾ ഉൽപ്പത്തിയിൽ ഇത്രയേ ഉള്ളൂ. തുടക്കത്തിൽ സ്ത്രീയുടെ സന്തതി. ഉൽപ്പത്തി തീരുന്നിടത്ത് അഡ്രസ്സ് കുറെ കൂടെ വ്യക്തമായി. യഹൂദ ഒരു ബാലസിംഹം. ഇത്രയും നാൾ നമുക്ക് ആ കിട്ടിയത് സ്ത്രീയുടെ സന്തതി. ഇപ്പോൾ ദർശനത്തിന് കുറെ കൂടി അർത്ഥവ്യാപ്തി കൈവന്നു. പ്രവാചകൻ പ്രവചിച്ചു. എന്താ പ്രവചിച്ചേ? യഹൂദ ഗോത്രത്തിൽ നിന്ന് ക്രിസ്തു ജനിക്കും. സംഖ്യയിലേക്ക് വരുമ്പോൾ പ്രവാചകൻ വീണ്ടും വന്ന് പ്രവചിച്ചു. അതിനെ സ്ഥിരീകരിച്ചു. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, അത് മോവാബിൻ്റെ പാർശ്വങ്ങളെ തകർക്കും. ശരിയല്ലേ? അപ്പോൾ കുറേ കഴിഞ്ഞൊരു പ്രവാചകൻ വന്ന് യേശു ജനിക്കുന്ന സ്ഥലം പറഞ്ഞു. ആരാത് അങ്ങനെ പറഞ്ഞേ? മീഖ. താങ്ക് യു. എന്താ പറഞ്ഞത്? യഹൂദിയയിലെ സത്യത്തിൽ അന്ന് 2 ബേദലേമുണ്ട്. തെറ്റിപ്പോകാതിരിക്കാൻ സ്ഥലം കൃത്യം പറഞ്ഞു തന്നു. ജൂഡിയായിലെ ബേദലഹേം, അവിടുന്ന് രക്ഷകൻ പിറവി കൊള്ളും. അവർ രക്ഷകൻ ജനിക്കേണ്ട സ്ഥലം പറഞ്ഞു. നീ അങ്ങനെ പ്രവാചകന്മാർ കൃത്യമായി ഓരോന്ന് പ്രവചിച്ചു വന്നു. മറ്റൊരാൾ വന്ന് പ്രവചിച്ചു 30 വെള്ളിക്കാശിനൊറ്റി കൊടുക്കും. ആ വെള്ളിക്കാശ് കൊണ്ട് രക്തനിലം, കുശവൻ്റെ നിലം വിലയ്ക്ക് വാങ്ങും വഴിപോക്കറുടെ ശ്മശാനമാണത്. സ്വന്തം ജനത്താൽ തിരസ്കരിക്കപ്പെടും, സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടും. എവിടെ ജനിക്കും? ഇതുപോലെ പ്രവചനങ്ങളുടെ ഒരു സമാഹാരം വന്ന് സവിശേഷമായി പൂർത്തീകരിക്കുന്ന ഒരു മനുഷ്യനെയും ലോകം കണ്ടിട്ടില്ല ഇന്ന് വരെ. ഇതായി ക്രിസ്തുവിൻ്റെ ശക്തി. അതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുത്തുന്ന. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാം വാഗ്ദത്തങ്ങളുണ്ട്. അത് ചിലതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. ഭാരം വേണ്ട, യേശുവിനെ നോക്കുക, ആ വാഗ്ദത്തം എല്ലാം നിറവേറും. ഏത് പ്രതിബന്ധം വന്നാലും. ശരിയല്ലേ? അതിന് തെളിവുണ്ട്. ദൈവം ആദമിന് മറ്റൊരു മകനെ കൊടുത്തു. എന്തെന്നാ? ശേത്ത്. അവിടെ എഴുതിയിരിക്കുക, കയീൻ കൊന്നുകളഞ്ഞ ഹാബേലിന് പകരം ദൈവം ഒരു മകനെ കൊടുത്തു. പേരെന്തുവാ? അവൻ്റെ കാലത്തെ യഹോവയുടെ നാമത്തിലുള്ള ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു വീട്ടിൽ ഒരാൾ മരിച്ചു, ഒരു പയ്യൻ മരിച്ചു, മറ്റൊരു കുഞ്ഞ് ആ വീട്ടിലുണ്ടായാൽ ഈ സെൻസസ് എടുക്കാൻ വരുന്ന ആളിനോട് പറയുമോ പകരം ഒരു കുഞ്ഞിനെ കിട്ടിയെന്ന് പറയുമോ? ആ കുഞ്ഞ് പകരമാവുമോ? ചിലർക്ക് മനസ്സിലായില്ല. ഇപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കാണും ഒരച്ചായൻ മരിച്ചു, നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റിയില്ല. നിങ്ങളിവിടുന്ന് കാണാനായിട്ട്, ആ വീട്ടുകാരെ ഇത് കാണണമല്ലോ, ഒരു മര്യാദയുടെ പേരിൽ കാണാൻ ചെന്നിട്ട് നിങ്ങളെ കണ്ടു. നമ്മൾ ദുഃഖത്തോടെ നിൽക്കുമ്പോൾ നമ്മൾ പറയാം, അമ്മാമ്മയെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, വരാൻ പറ്റില്ല. അപ്പോൾ അമ്മാമ്മ പറയുക, അതിന് വിഷമിക്കൊന്നും വേണ്ട, പകരം ഇവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിൽക്കുമോ? അത് ആ ആഴ്ചയിൽ തന്നെ പകരം ഒരാൾ നമ്മൾ നിൽക്കുമോ? ഇല്ല. കല്യാണമൊക്കെ കഴിച്ചോ, അതിനൊരു സമയമൊക്കെ എടുക്കട്ടെ അല്ലേ? അത് ഓർത്ത് നമ്മൾ ഇഞ്ഞു പോരും. അത് അവരെ പാടായി. അതെ, എപ്പം നിങ്ങൾക്ക് ആ വാക്കിൻ്റെ അപകടം മനസ്സിലായല്ലേ? ഒരാൾക്ക് പകരമാകുമെന്നു ആകുമോ? ഇല്ല. അതാ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ പകരമെന്ന പദം ഭയങ്കര പവറാണ്. കാരണം പകരക്കാരനായ ക്രിസ്തു വരാൻ വേണ്ടി, നമുക്കെല്ലാം വേണ്ടി പ്രായശ്ചിത്തമാകേണ്ടവൻ വരാൻ ഹാബേലിലൂടെ ജനിക്കാൻ പറ്റാതെ വരികയും കയീൻ കൊലപാതകയായും തീരുകയും ചെയ്തപ്പോൾ പകരം ഒരുവനെ കണ്ടു, ശേത്ത്. ആ ശേത്തിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന, ആ തലമുറയിൽ നീതിപ്രസംഗിയായ നോഹ, ആ വഴിയിൽ ഹാനോക്ക്, ആ വഴിയിൽ അബ്രഹാം, ആ വഴിയിൽ ഇസഹാക്ക്, ആ വഴിയിൽ യഹൂദ ഒരു ബാലസിംഹം. അങ്ങനെ ജനിക്കേണ്ട സ്ഥലം വരെ കൃത്യം എഴുതി. അത് പൂരിപ്പിച്ച് ശക്തമാക്കുന്ന ആൾ യെശയ്യാവാ. യെശയ്യാവ് അത് പൂരിപ്പിച്ചിട്ട് പറയുന്നതിൻ്റെ പരോക്ഷമായൊരു വേർഷം ഞാൻ പറയാം. അല്ലേ, ഉൽപ്പത്തിയുടെ ഗ്രന്ഥകര, നിങ്ങൾ ജനിക്കാനിരിക്കുന്നു അശികയെ വിളിച്ചു സ്ത്രീയുടെ സന്തതി. എന്നാൽ ഞാൻ പൂരിപ്പിക്കാം, അതൊരു പൂർണ്ണമായി സ്ത്രീയുടെ സന്തതി മാത്രമല്ല, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും.
ഇന്നലെ ഞാൻ പറഞ്ഞു, അത്ഭുത ആലോചനക്കാരൻ, വീരനാം ദൈവം, നിത്യതയുടെ പിതാവ്, സമാധാന പ്രഭു എന്നവൻ പേർ വിളിക്കും. അവൻ്റെ രാജ്യത്തിന് അന്തമുണ്ടാകയില്ല. ഇങ്ങനെ അങ്ങോട്ട് പ്രവചിച്ചൊക്കെ കഴിഞ്ഞ് കാര്യമായിട്ടൊന്നും ആരും പ്രതികരിക്കാനില്ല. അങ്ങനെ യെശയ്യാവ് എഴുതുന്ന സുപ്രധാനമായൊരു പ്രവചനമാണ് 53. ആ 53 നമ്മൾ വായിക്കുന്ന അപ്പോഴാണ് ഐസയ ചാപ്റ്റർ 53 വായിക്കുന്നത്. ലോർഡ് സപ്പറിന് അത് ശ്രദ്ധിച്ച് വായിക്കുകയൊക്കെ വേണം, പഠിക്കണം. അതിൻ്റെ ഉള്ളടക്കം ഭയങ്കര ശക്തമാണ്. നമ്മൾ പലപ്പോഴും അത് കേൾക്കാത്ത ഈ കർത്തൃമേശ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഈ കർത്തൃമേശ നടത്തുന്നത്. ചില ജയത്തിൻ്റെ ആ സാധനം. അതിന് പാസുമാരെല്ലാം അവിടെ വരുമ്പോൾ കരയുന്നൊരു ടോൺ ഉണ്ടാക്കും. ഇവിടെ ഒരു അവനെ അടിച്ചു, അങ്കപ്പാടുകൾ, അവിടെ ഒരു വൈബ്രേഷനൊക്കെ ഇട്ട് ഒന്ന് പൊലിപ്പിക്കാൻ ചെയ്യുന്ന അല്ലേ? അത് കരയുന്നൊന്നും അല്ല, പിന്നെന്തുവാ, ഒരു ശബ്ദം വഴി ഒരു അഡ്ജസ്റ്റ്മെൻറ്റാ അത്. നമ്മൾ അതേ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഈ വാക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ശ്രദ്ധിക്കുന്നില്ല. കാരണം അത് കരയേണ്ട സാധനമൊന്നുമല്ല. കാരണം അത് കണ്ട് പൗലോസ് ആഹ്ലാദചിത്തനായി പറയുക, അങ്ങനെ കരയൊന്നും വേണ്ട. ക്രൂശിൽ നടന്നെന്താ? ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായ കൈയെഴുത്ത് മായ്ച്ചു. നമുക്കെതിരെ എഴുതി വെച്ച രേഖ മുഴുവൻ മായ്ച്ചു കളയാൻ പറഞ്ഞു. ശിക്ഷിക്കാൻ കാത്തുനിന്ന നമുക്കെതിരെ എഴുതി വെച്ച രേഖകളെ മായ്ച്ച് സാത്താനി ശക്തികളെ മുഴുവൻ പിടിച്ചു കെട്ടി നമ്മൾ ജയിച്ചവൻ്റെ മുമ്പിലൂടെ പോകുന്നത് പരസ്യമായ കാഴ്ചയാക്കി ക്രൂശിൽ നമ്മൾ ജയോത്സവം കൊണ്ടാടി. ജയോത്സവത്തിൻ്റെ വിളംബരമാണ് ക്രൂശ്. ഹല്ലേലൂയ. ക്രൂശിനെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് ആവേശമാണ് വരണ്ടേ. കരഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ക്രൂശിനെ പ്രസംഗിക്കുമ്പോൾ കൺവെഷൻ വരും, അത് വേറൊന്ന്. ക്രൂശിനെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് വരേണ്ട വികാരം എന്താണെന്ന് പറയാം. കരയും. കരയുന്നത് എങ്ങനെയാണെന്നാ പറയട്ടെ. നമ്മുടെ ഈ കുഞ്ഞുങ്ങളിൽ ഒരാൾ ഈ നാട്ടിലൊന്നും കിട്ടാത്തൊരു വലിയ വിജയം കരകതമാക്കി. അതിൻ്റെ ഫംഗ്ഷൻ നടക്കുക. പാസും പോയി, ഞാനും വന്നു, നിങ്ങളും എല്ലാം കൂടി ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ അവളുടെ പേരങ്ങോട്ട് വിളിക്കുകയും ഞങ്ങളെല്ലാം ഒരു കയ്യടി, ഒരു ചാട്ടം, ഒരു സന്തോഷം. എല്ലാവരും സന്തോഷിച്ച. പക്ഷേ 2 പേര് അവിടെ നിന്ന് കരയുക. ആരൊക്കെയാ? അപ്പനും അമ്മയും. ഇതാ ക്രൂശ്. എന്താ അറിയണ്ടേ? അതിൻ്റെ അനുഭവം നേരിട്ട് കിട്ടിയവർക്ക് കൃതജ്ഞത നിറഞ്ഞ ഒരു കണ്ണീരുണ്ടെന്ന്. ദുഃഖമല്ലത്, ജയോത്സവം കൊണ്ടാടിയതിൻ്റെ ആനന്ദ അശ്രുക്കളാണ്. വാക്കുകളില്ല പറയാൻ. അതാ ക്രൂശ് നമുക്ക് തന്നെ. മനസ്സിലായോ? അപ്പോൾ യെശയ്യാവ് ചോദിക്കുക, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? ഞങ്ങളെന്ന് പറഞ്ഞാരാ? അങ്ങ് ഉൽപ്പത്തി മുതൽ ഇതുവരെയുള്ള പ്രവാചകന്മാർ പറഞ്ഞത് ആര് വിശ്വസിച്ചു? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്ന പോലെ അവൻ്റെ മുമ്പാകെ വളരും. അവൻ്റെ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖമറച്ചുകളെ തക്കവണ്ണം നിന്ദിതനായിരുന്നു. നാമോ ദൈവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു, അകൃത്യ നിമിത്തം മുറിവറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ചുരുക്കി പറഞ്ഞാൽ, ക്രൂശിനെ കാണാതെ 700 വർഷം മുമ്പ് ക്രൂശിനെ വ്യാഖ്യാനിക്കുന്ന ഉജ്ജ്വലമായ ഒരു കവിതയാണ് യെശയ്യാ 53. അങ്ങനെ ചുമ്മാ കയറി നമ്മൾ യേശുവിനെയും ക്രൂശിനെയും വ്യാഖ്യാനിച്ച് ദൈവമാക്കിയല്ല. യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് ക്രൈസ്തവൻ ദൈവമാക്കിയതല്ല. ഇനി പുതിയ നിയമത്തിൽ ഒന്നും പരാമർശമില്ലെങ്കിലും ഓൾഡ് ടെസ്റ്റമെൻ്റ് കൃത്യം ആ രംഗം വിശദീകരിച്ച് ഇങ്ങോട്ട് തരിക. ആ പഴയ നിയമത്തിലുണ്ട് ഫുൾ ഗോസ്പൽ. ആ പഴയ നിയമത്തെ വെറുക്കുന്ന മനുഷ്യരെ നമുക്കിന്ന് കാണാം. നമുക്ക് വെറുക്കാൻ നോക്കുമോ? ദൈവത്തിൻ്റെ വചനാണ്. അതിലെ ആചാരമൊന്നും നമുക്കുള്ളതല്ല. അതിൻ്റെ കാരണം എന്താ? ഇനി യാതൊരു യാഗവും ശേഷിക്കുന്നില്ലെന്ന് രക്ഷകൻ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഞാനാ പരമയോഗം, തീർന്നു, അത്രേ ഉള്ളൂ. ശരിയല്ലേ? അതിലെ ആചാരാനുഷ്ഠാനങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അതിൻ്റെ കാർമ്മികമായ അനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് ചിന്താപരതയിലാണ് ക്രൈസ്തവ സഭ നിൽക്കുന്നത്. ആ വ്യാഖ്യാനം പഴയ നിയമത്തെ വ്യാഖ്യാനിച്ച് നമുക്ക് തന്ന ആൾ യേശുവാണ്. അതാ പറഞ്ഞത്, ഞാനോ നിങ്ങളോട് പറയുന്നു. ഒരു എക്സാമ്പിൾ, ദിവസവുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അതിൻ്റെ കുറേ വ്യാഖ്യാനവും കാര്യമൊക്കെ പറയാതെ യേശു പറഞ്ഞു, അതെ മോശ അതൊക്കെ സമ്മതിച്ചത് ഹൃദയകാഠിന്യം നിമിത്തമാണ് അല്ലേ? ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ആദിയിൽ പിന്നെ എങ്ങനെ ആയിരുന്നു? ആദിയിൽ എന്തോ അതാണ് പുത്രൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമുക്ക് തന്നെ. അപ്പോൾ ക്രിസ്തു പറയുന്നതാണ് നമ്മുടെ മാനദണ്ഡം.
ക്രൈസ്റ്റ് വാസ് ദ വണ്ടർഫുൾ ഇൻ്റർപ്രറ്റർ ഓഫ് ഓൾ ടെസ്റ്റമെൻറ്റ്. പഴയ നിയമത്തിൻ്റെ ഏറ്റവും നല്ല വ്യാഖ്യാതാവ് ക്രിസ്തുവാണ്. ക്രിസ്തു വ്യാഖ്യാനിച്ചതിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ തണലിലാണ് പൗലൂസുമൊക്കെ അത് വ്യാഖ്യാനിച്ച് തരുന്നത്. ശരിയല്ലേ? അപ്പോൾ ന്യൂ ടെസ്റ്റമെൻറ്റിലുണ്ട് ഹൗ ടു അപ്രോച്ച് ഓൾഡ് ടെസ്റ്റമെൻറ്റ്. ഇതിനെ പാടെ തള്ളാൻ പാടില്ല. അക്ഷരാർത്ഥത്തിലെടുത്ത് ചില കാര്യങ്ങൾ പ്രയോഗിക്കാനും പാടില്ല. ജൂതന്മാർ ഇന്നങ്ങനെ കാണുന്നോ അതുപോലെ കാണേണ്ട കാര്യമില്ല. ക്രിസ്തു അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സെയിൻറ്റ് പോൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പീറ്റർ എടുത്ത് പറയുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. അതങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ മുമ്പോട്ടുള്ള യാത്ര. ചുരുക്കത്തിൽ ഈ കർത്താവിൻ്റെ ജഡത്തിലെ ആ വരവ്, ഇത് പിശാച് വളരെ പ്രതീക്ഷിച്ചാണ് കഴിഞ്ഞ്. ഞാൻ എന്തെല്ലാം ചെയ്താലും അതിങ്ങ് വരും അല്ലേ? ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അങ്ങനെ ആര് വഴി തടഞ്ഞാലും അതിങ്ങ് വരും. അത് നമ്മൾ കാത്തിരുന്നാൽ മതി, അതിങ്ങ് വരും. ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. അത് വരും നിശ്ചയം. അനുഭവമുള്ള ദൈവമക്കൾ അവിടെ ഇരിക്കുന്നില്ലേ? ഒരിക്കലും നമുക്കെല്ലാം ഓർക്കാം, ഈ രാജ്യത്ത് വരാനും ഇന്നായിരിക്കുന്ന ഒരളവിൽ നിൽക്കാനും ഒന്നും സ്വപ്നം കണ്ടവർ പോലും അല്ല ഇവിടെ ഇരിക്കുന്നത്. ഇത് വലിയ സംഭവമാണെന്നൊന്നും അല്ല. ഇത് ഒരു ജീവിത വഴിയിലെ സുപ്രധാനമായൊരിടമാണെന്നേ. ആ ഇടത്തേക്ക് നിങ്ങളും ഞാനും ഒക്കെ വന്നെങ്ങനെ, ഈ ടേണിംഗ് പോയിൻ്റ് വന്നെങ്ങനെ. അതാണ് വാഗ്ദത്തത്തിൻ്റെ ഒരു ശക്തി. ഇനിയും മറ്റൊന്നും നമ്മളെ കാത്തിരിക്കുക. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം. വിശ്വാസിയുടെ അനുദിന ജീവിതത്തിൻ്റെ ആ യാത്രയുടെ മുന്നേറ്റങ്ങളെ തടയിടാൻ സാത്താൻ ശ്രമിക്കുമ്പോഴും അത് വരും നിശ്ചയം. വിശ്വസിച്ചോണം. എൻ്റെ വാഗ്ദത്തങ്ങളെ ഒരുത്തനും പിടിച്ചെടുക്കാൻ പറ്റില്ല. വഴി തടയാൻ പലരും നോക്കും, പക്ഷെ ഒരുവനും പിടിച്ചെടുക്കാൻ കഴിയുകയില്ല. അത് എൻ്റെ മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അത് യേശുവിലേക്ക് വന്ന് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ പറയാം. നമ്മുടെ കർത്താവ് ജഡത്തിൽ വന്നു. അപ്പോൾ സാത്താൻ ഇങ്ങനെ കാത്തിരിക്കുക, ജൂതന്മാരും കാത്തിരിക്കുക. ജൂതന്മാർ വിശ്വസിക്കുന്നുണ്ട് ഒരു രാജാവായിട്ട് വരും, അതാ കാത്തിരിക്കുന്നത്. പക്ഷെ ഇവൻ പ്രതീക്ഷിച്ച തരത്തിൽ ഒരു രാജാവല്ലായിരുന്നു യേശു. ശരിയല്ലേ? യേശു രാജാവാണോ? അതെ, രാജാവാണെന്ന് യേശു പറഞ്ഞു. ഒറ്റ വാക്കിലാണ് ക്രൂശീകരണം പോലും നടക്കുന്നത്. അല്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ നേരം ഇത്രയും പങ്കപ്പാട് ചെയ്ത് അടിച്ച്, ചാട്ടക്കുള്ള അടിയെന്ന് പറഞ്ഞാലേ എത്ര ഭീകര. ചുമ്മാ അടിക്കല്ല. ഞാനത് ക്രൂശീകരണമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒത്തിരി വീഡിയോ കിടപ്പുണ്ട്. ക്രൂര പീഡയാണ്. തലയിൽ മുൾക്കിരീടം. വേണ്ട, ഒരുത്തനെ പിടിച്ച് ഉലച്ചാൽ മതി. നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മളെ പിടിച്ചൊന്ന് ഉലച്ചെന്ന് വെച്ചിട്ട് മാനസികമായിട്ട് തറന്നു പോകും. ട്രാക്ട് കൊടുക്കാനൊക്കെ പോകുമ്പോൾ ആൾക്കാരെ കണ്ടില്ലേ അല്ലേ? അങ്ങനെങ്കിൽ ഇത്രയും പീഡിപ്പിച്ച്, ഭാഗികമായി മാത്രം വസ്ത്രം ധരിപ്പിച്ച്, ഈ ആഴ്ച വരെ സെലിബ്രിറ്റിയെപ്പോലെ കഴിഞ്ഞ ഒരുവനെ സമൂഹത്തിലിട്ട് തേജോവധം ചെയ്യുമ്പോൾ കൂടൊരു മനുഷ്യനുമില്ല. ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. എന്തിനാ ഇതൊക്കെ അനുഭവിച്ചറിയണ്ടേ? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കാൻ നമുക്ക് വേണ്ടി പോയതാ യേശു. അതുകൊണ്ടാണ് നമ്മൾ യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ ശക്തിപ്പെടുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ഗുരു കാട്ടിത്തന്ന മാതൃക. ആ മാതൃകയിൽ നമ്മൾ ആർജിച്ചെടുത്ത ഒരു ശക്തി. ഹല്ലേലൂയ. ആ ബലത്തിലായി പിടിച്ചിരിക്കുന്നത്. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ ബലം വരുന്നത് എന്തുണ്ടാ? യേശുവിൻ്റെ രക്തം നമുക്ക് പ്രൊട്ടക്ഷനാകുന്നത് എന്തുണ്ടാ? അതിനകത്തൊരു കുഴപ്പമുണ്ടേ. ഈ എഴുതി വെച്ച് നമ്മൾ ഈ പടത്തിലൊക്കെ വരച്ചു വെച്ചേക്കുന്ന എല്ലാം യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ടെൻഷൻ അടിച്ച് നടക്കുന്നതല്ല. യേശു അങ്ങനെ പീലാത്തോസിൻ്റെ മുമ്പിൽ ടെൻഷൻ അടിച്ചൊന്നും നിൽക്കുകയല്ല. കാരണം ബൈബിളിൽ പറയുന്നത് എന്താണെന്ന് അറിയണ്ടേ? അവൻ മരണം ആസ്വദിച്ചെന്നു. ശരിയല്ലേ? മരണം ആസ്വദിക്കുന്നവൻ്റെ മുഖഭാവമാണോ ആ കിടക്കുന്നത്, വരച്ചു വെച്ചേക്കുന്നത്? ആണോ? മരണം ആസ്വദിച്ചു. മരണം ആസ്വദിച്ചൊരു മുഖഭാവം ഞാൻ നിങ്ങളോട് പറയാം. വേറെങ്ങും പോണ്ട. വന്നിരിക്കുന്ന മുതിർന്ന ആളുകളുടെ പിതാവ്, നമ്മുടെ എല്ലാം പപ്പ, അച്ചാച്ചൻ. നമ്മൾ കോളേജിലൊക്കെ പോയൊരു കാലം ഓർത്തി. അതൊക്കെ വലിയ അത്ഭുതം ആ കാലത്തല്ലേ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഒന്നും വലിയ കാര്യമില്ല. കാരണം മൈലുകൾ താണ്ടി പോകണം, ദൂരെ 10-20 കിലോമീറ്റർ ദൂരെ പോകണം, അഡ്മിഷൻ കിട്ടാൻ പാട്. നിങ്ങളെ അല്ലേ എന്നെ അണിയിച്ചൊരുക്കാൻ, നമ്മളെ നാളെ കോളേജ് വിടാൻ എത്രയോ ചിലവാകുന്നത് വലിയ തുകയാന്ന്. വാഴക്കുല വിറ്റും ബ്ലേഡുകാരൻ്റെ നിന്ന് എടുത്തും
നമ്മളെ സുന്ദരനാക്കി, സുമുഖനാക്കി, സുന്ദരിയാക്കി. അന്നൊക്കെ നമ്മൾ ആദ്യം വാച്ച് കിട്ടുന്ന, സത്യം പറഞ്ഞാൽ. അല്ല, പോകാൻ പറ്റില്ല. വാച്ചൊക്കെ എന്നാൽ ആഘോഷമല്ലേ, എല്ലാവരുടെയും അല്ല കേട്ടോ. ഇല്ലായ്മകളിലൊക്കെ ജീവിച്ച സാധാരണ മനുഷ്യരെങ്ങനെ ഇതൊക്കെ കെട്ടി നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ അന്നേ അപ്പൻ്റെ വേഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്ന് നമുക്ക് വേണ്ടി പണിയെടുത്ത് അന്നേ ക്ഷീണിച്ചന്നു, തലേന്ന് ഉറങ്ങിയില്ല. പക്ഷെ അപ്പൻ്റെ മുഖത്ത് നമ്മൾ കോളേജിൽ കൊണ്ട് ചേർത്തിട്ട് വരുമ്പോൾ ഒരു ചാരിതാർത്ഥ്യം, ഒരു സംതൃപ്തി. കാരണം എന്താ? താൻ ചെയ്ത ത്യാഗമെല്ലാം ഫലവത്തായി എന്നുള്ള ആ ഓർമ്മ. വിവാഹം കഴിപ്പിച്ച് നിങ്ങളെ വിടുമല്ലോ, അന്ന് ഏറ്റവും ഒടുവിൽ ആഹാരം കഴിക്കുന്നവരാന്നറിയോ? പപ്പയാ. എല്ലാം കഴിഞ്ഞ്, തിരക്കെല്ലാം കഴിഞ്ഞ് കഴിക്കാൻ തോന്നൂല. അതുപോലെ കഷ്ടപ്പെട്ടു. ആ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്ക്, ഒരു സംതൃപ്തി. എൻ്റെ നിങ്ങളുടെയും വീണ്ടെടുപ്പ് യാഥാർത്ഥ്യമാക്കിയിട്ട് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്ക്, ഒരു സംതൃപ്തി. അവനിൽ നിന്ന് വേണം നമ്മൾ ശക്തിപ്പെടാൻ. ആ ബലം വേണം നമ്മളിൽ വ്യാപരിക്കാൻ. യേശുവിൻ്റെ രക്തമെന്ന് പറയുമ്പോൾ ആ പദത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. ഇതൊക്കെ തിരിച്ചറിയാതൊക്കെ പോയത് ചുമ്മാ ഈ വാക്കുകൾ ഒരു ലൈസൻസും ഇല്ലാതെ ചുമ്മാ പറഞ്ഞേച്ച്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പാട്ടെല്ലാം നന്നായിരിക്കുന്നു. നമ്മൾ ഈ പലപ്പോഴും ഈ പാട്ടും പ്രസംഗ എല്ലാം വരുന്നവൻ ഈ സ്തുതിക്കും ഹല്ലേലൂയയ്ക്കൊന്നും ഒരു വില കൊടുക്കാതെ അങ്ങോട്ട് വിടും. ദൈവമക്കളെ ഒരു ഹല്ലേലൂയ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കഴിയും പറയാ പോരാ. എവനാണോ തീരുമാനിക്കുന്നത് പോരെന്ന്? ഇതെങ്ങനെ അറിയാമെന്നോ പോരാന്ന്? സൗണ്ട് പോരെന്നാണോ? ആത്മാർത്ഥത പോരെന്നാണോ? ഇവന് എന്താ വെച്ചാൽ അളന്നേ പോരെന്നുള്ള കാര്യം? ക്ഷമിക്കണം. ഈ പപ്പ വീട്ടിലോട്ട് വരുമ്പം ഈ കുഞ്ഞുങ്ങളുടെ ഒരു പരിപാടി കണ്ടിട്ടില്ലേ? ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച്, അല്ലേ? കുഞ്ഞാണെ പറയണ്ട, പപ്പായും മമ്മിയൊക്കെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് വരുമ്പോൾ, അല്ലേ, ഗ്രാൻഡ് ബായൊക്കെ പിടിച്ച് മറിച്ചിടുന്ന കണ്ടോ? ഈ ചെറിയ മക്കൾ കണ്ടില്ലേ, മുതിർന്ന അപ്പനെയും ഈ ഗ്രാൻഡ് പേരൻസിനെ, അല്ലേ? കൊച്ചുമക്കളുണ്ടോ? ഞാൻ അതേ ഒരാളെ ഇരുത്തിക്കൊണ്ടൊരു ഉദാഹരണം പറയാം. മക്കളോടൊക്കെ പെരുമാറിയ രീതി എന്ന് പറഞ്ഞാൽ അമേരിക്കയും റഷ്യയും പോലെ മക്കളോട് ഇടപെട്ട മനുഷ്യനായിരിക്കുന്നത്. ഇറാനോട് ഇസ്രയേൽ പെരുമാറുന്ന പോലെ മക്കളോട് പെരുമാറിയ മനുഷ്യനെ കൊച്ചുമക്കൾ ഇങ്ങോട്ട് വന്നിട്ട് ഒതുക്കിക്കളഞ്ഞു, ഇങ്ങോട്ടും ഗ്ലാമറും കളഞ്ഞു. ശരിയല്ലേ? അതേന്ന് സ്ട്രിക്റ്റാണ് അപ്പൻ. പക്ഷെ വല്യപ്പനായി കഴിയുമ്പോൾ ഈ കൊച്ചുമക്കൾ വന്നിട്ട് കുനിച്ച് നിർത്തിയിട്ട് ആന കളിക്കുകയാണ് അപ്പൻ്റെ ദേഹത്ത്. അതുകൊണ്ട് ഈ കൊച്ചുമക്കൾ അപ്പനെ വിളിക്കുന്ന പപ്പാന്നൊന്നുമല്ല, എടാ ജേക്കപ്പേ ഇങ്ങോട്ട് തിരിയാൻ. അപ്പോൾ നമ്മളൊന്ന് അടിക്കാൻ ചെന്നേ, പപ്പായി നീ അങ്ങനെയാണോ വിളിക്കുന്നത്? പപ്പ നമുക്കിട്ട് തല്ലിക്കളയും. അതൊക്കെ കാര്യമുണ്ട്. ആ പുള്ളി സത്യത്തിൽ ഇത് എൻജോയ് ചെയ്യാന്ന്, അതാ കാര്യം. ഈ കുഞ്ഞിൻ്റെ കളികളെ പപ്പ എൻജോയ് ചെയ്യാണ്. അപ്പോൾ അവർ കൂട്ടുകൂടും, പുള്ളി ഇടയ്ക്ക് തല്ലും, വഴക്ക് പറയും, തല്ലുന്ന പോലെ കാണിക്കും. ഈ കുഞ്ഞിങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുക വല്യപ്പാടെ അടുത്ത്, അല്ലേ? അത് കണ്ടിട്ട് ഇവരുടെ സ്നേഹപ്രകടനം കണ്ടിട്ട് ഞാൻ ഇപ്പുറത്തുനിന്നോട് പറയുക പോരാ, ഒന്നുകൂടെ ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ്. ഇങ്ങനെ ആയിപ്പോയി നമ്മുടെ പ്രൈസും വർഷിപ്പും ഒക്കെ. അതാ പറഞ്ഞു തന്നെ. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെക്കാം, വണ്ടിയുടെ വൈപ്പർ പോലെ ഇങ്ങനെയൊക്കെ വെച്ചാൽ ഞാൻ എടുത്തുകൊണ്ട് വേണം. ഞാൻ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നൊരു കുറ്റമേ ചെയ്തുള്ളൂ. അതിന് നീ എന്നെ ഇട്ടിങ്ങനെ പീഡിപ്പിക്കാതെ. ഞാൻ സ്നാനപ്പെട്ടൊരു വിശ്വാസിയായി എന്നുള്ള ഒരു തെറ്റേ ചെയ്തുള്ളൂ. അതിന് വരെ നീ എന്നെ ഇട്ട് ഇനി ഇതെല്ലാം ചെയ്തിട്ട് പറയാ പോരെന്ന്. ഞാനിപ്പോൾ യോഗത്തിനൊക്കെ പോയാലൊരു ഒന്ന് രണ്ട് തവണ ഒരു പുൽപിറ്റ് എത്തിക്സ് ഉണ്ടല്ലോ, അതോർത്ത് ഇവർ ഈ പറയുന്ന പോലൊക്കെ ഒന്ന് വെക്കും. ഒന്നാമത് ഞാൻ 2 സ്ട്രോക്ക് കഴിഞ്ഞ ഒരാളാണ്, 2 എണ്ണം. ഇവനീ കാണിക്കുന്നതോ എനിക്ക് കാണിക്കാൻ നോക്കുമോ? കാരണം നമ്മളിങ്ങനെ കാണിച്ചു പോകുമ്പോൾ പിന്നെ ഈ കൈ കിട്ടുന്ന ദിവസങ്ങൾ കാണണം ചിലപ്പം ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ. ഏതോ നമ്മളിവൻ പറഞ്ഞ ആവേശത്തിന് ഇങ്ങനെ വെക്കും, പിന്നെ ഈ കൈ തിരിച്ചു വരണമെങ്കിൽ ദിവസങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യെങ്കിൽ ഇത് തിരിച്ചു വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ നോക്കിയില്ല കാര്യം നടക്കുമോ? അപ്പോഴേ ഇതൊക്കെ വല്ലവനും പറഞ്ഞു കേട്ട് ചെയ്യേണ്ടതാണോ? അപ്പോൾ ഞാനൊരിടത്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുക. അത് പാപിയായതുകൊണ്ടല്ല ചില മനുഷ്യർ മിണ്ടാതിരിക്കുന്നത്, ആണോ? പ്രായമുള്ള ഒരാൾ അവിടെ ഇരിക്കുക, അതൊക്കെ എഴുന്നേൽക്കുന്നില്ല. നമ്മളൊക്കെ അഹങ്കാരിയായതുകൊണ്ടല്ല. നീ ആ പ്രായത്തിൽ ചെന്നാൽ ഈ കസേര പോലും ഇരിക്കില്ല, താഴെ വീഴും, അല്ലേ?
ഞാനിങ്ങനെ മിണ്ടായിരുന്നപ്പോൾ ഒരു ചങ്ങാതി പറയാ, സൈലൻ്റായിട്ടിരുന്നു, സൈലൻ്റ് അറ്റാക്ക് വരുന്നൊരു കാലമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഒറ്റ കുറ്റത്തിനാണ് ഇവന് എനിക്ക് ഈ അറ്റാക്കും തന്നിട്ട് പോന്നേ. ഇവൻ്റെ ഈ വിടുതൽ ഏറ്റെടുക്കാത്തതിന് എന്തോ പറയുന്നത്, നമുക്ക് അറ്റാക്ക് വരുമെന്ന്. പോട്ടെ, പതൊക്കെ മാറണം. അവ പിശാച് കാത്തിരുന്നു, എൻ്റെ തല തകർക്കാൻ ഒരാൾ വരും. ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങൾ നോക്കണം. അത് പീലാത്തോസിൻ്റെ മുമ്പിലാണ് പ്രകടിപ്പിച്ച. കർത്താവിൻ്റെ കരുത്ത് കാരണം ശത്രുവിൻ്റെ മുമ്പിൽ നിൽക്കണം. ക്രിസ്തുവിനൊരു മുത്തച്ഛനുണ്ട്, നമ്മുടെ ദാവീദ്. ആളിനെ നമ്മൾ പേഴ്സണലി പരിചയപ്പെട്ട സിമ്പിളൊരു മനുഷ്യൻ. പുള്ളി ഒരു സാക്ഷി പറയുക, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഞാൻ കരയുമെന്ന്. നമ്മളാണെങ്കിൽ പുള്ളിയെ പിടിച്ച് കൗൺസിലിൽ വെക്കും, അച്ഛൻ ഭയങ്കര കരച്ചില്ല, അതുകൊണ്ട് നമുക്ക് ചുമ്മാ നമ്മുടെ ആ സ്റ്റാൻഡേർഡിന് ശരിയല്ല, മിണ്ടി പോയാൽ കരച്ചില്ല. പിള്ളേർ സഹായത്തിനും വരത്തില്ല, അച്ഛൻ നിന്ന് കഴിഞ്ഞാൽ കരച്ചില്ല. പക്ഷേ ഈ കരയുന്ന പുള്ളി വേറൊരു സാക്ഷ്യം പറയാ, കാലത്തും മധ്യാഹ്നത്തൊക്കെ ഞാനിങ്ങനെ കരയും. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ നമ്മൾ നേരെ തിരിച്ചാൽ കാലത്തും മധ്യാഹ്നത്തൊക്കെ ചിരിക്കും. സൈന്യം പാളയം ഇറങ്ങുമ്പോൾ ഓടുന്നു. ഓടി വീട്ടിൽ വന്നിട്ട് പറയും, നിനക്കാള് മാറിപ്പോയി, എന്നോട് കളിക്കരുതെന്ന്. കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. എന്നാ ഓടി വീട്ടിൽ കയറുമെന്ന്. ഇതായി പറഞ്ഞു വരുന്നേ. ചില നാട്ടുകാരൊക്കെ കണ്ടില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പരിപാടി, നാട്ടിൽ പോയി തല്ലെല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പറയാ, ഞാനേ എൻ്റെ സ്വഭാവം അറിയത്തില്ല, എൻ്റെ അറിയത്തില്ല, ഞാൻ ഇനി പോന്നെന്ന്. നന്നായി, വേഗത്തിൽ പോന്നു, അത്രയും നന്നായി, പരിക്ക് കുറഞ്ഞിരിക്കും അല്ലേ. ദാവീദ് അങ്ങോട്ട് ചെന്നു. ഗോലിയാത്തിനെ കാണുമ്പോൾ പേടിയുണ്ടോ, കരയുന്നുണ്ടോ? ഇല്ല, പവറാവും, ശക്തിപ്പെടും. നീ നിന്ദിക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിനക്കെതിരെ വരുന്നു. നേരെ അങ്ങ് ചെല്ലുക, പേടിയൊന്നുമില്ല. മുഴങ്കാലിരുന്നോ, ഏത് പ്രതിസന്ധിയും ജയിക്കാൻ ആവശ്യമായൊരു ബലം. ആ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ കരഞ്ഞാൽ അതൊരു ബലം. അനുഭവമുള്ളവർ ഇന്നിവിടെ ഉണ്ട്. അതിന് പബ്ലിക്കിലൊന്നും കരയേണ്ടി വരികയില്ല. അന്തസ്സോടെ ഉറപ്പോടെ നിൽക്കാൻ കഴിയുന്ന ബലം. യോസേഫ് ഫലപ്രദമായ വൃക്ഷം, വില്ലാളികൾ അവനോട് പൊരുതി, അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. ഉറപ്പായിട്ട് നിൽക്കും. പീലാത്തോസ് കൊണ്ട് വിധിക്കാൻ വിളിച്ചു, കയറി നിൽക്കി, പ്രതികുട്ടി നിന്നു. പക്ഷെ പുള്ളി മാന്യമായിട്ട് ഇടപെട്ടോ, വളരെ മര്യാദയിൽ. പീലാത്തോസ് രക്ഷിക്കാനൊക്കെ പരമാവധി ശ്രമം നടത്തുന്നുമുണ്ട്. ഒരു ചോദ്യം യേശുവിനോട് ചോദിച്ച് ഞാൻ പല പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഓ യേശൂസ് നാസറിൻ ബെൻ ഔസേഫ് ഒഹൈ മീ ബെസേലിയൂസ് യേശൂസ്, അല്ലയോ നസ്രയനായ യേശുവേ, നീ രാജാവ് തന്നെയോ? അവിടെ ഒറ്റ മറുപടി പറഞ്ഞാൽ മതി, അല്ല. അല്ല എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചാൽ മതി. കാരണം ഇവൻ ഉദ്ദേശിച്ച രാജാവാണോ? അല്ല. നമ്മളിലാണ് എന്താ പറയണേ, അച്ഛാ അതേ ഞാൻ രാജാവൊന്നും അല്ല, പിന്നെ പ്രസംഗിച്ച വഴിക്ക് രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രസംഗം ഇല്ലയോ അച്ഛാ? ആവേശം കയറിയപ്പോൾ എന്തു പറഞ്ഞു? ഞാനാ രാജാവെന്നൊക്കെ പറഞ്ഞു. എന്നാൽ പീലാത്തോസിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് യേശു പറയുക, ഏയ് മീ പൈലറ്റ്, ഞാനാകുന്നു, ഞാൻ രാജാവ് തന്നെ. മനസ്സിലായില്ലേ? ആ അന്തസ്സിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ അഭിമാനത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനെയും നമ്മൾ അവിടെ കണ്ടു. ജയിൽ കണ്ടാൽ പതറാത്ത, ചാട്ടാടി കണ്ടാൽ ഭയപ്പെടാത്ത, ക്രൂശുമരണം കണ്ട് പിന്തിരിയാത്ത, ശവക്കുഴി കണ്ട് തിരിഞ്ഞോടാത്ത അജയ്യനായ ആ ദൈവപുത്രൻ്റെ പേരത്രേ ക്രിസ്തു. എന്നാലും ഒരു മാർമിക സത്യം പറഞ്ഞ് നമുക്ക് പര്യവസാനിപ്പിക്കാം. സമയമായോ? ഇല്ലില്ല. അപ്പോൾ നമുക്ക് ആ രംഗത്തേക്ക് ഒന്ന് പോകാം. പിശാച് യേശുവിനെ നോക്കിയിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു രാജാവല്ലല്ലോ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഒരു സംശയം, ഇതന്നെയാണോ ആള്? ചിലപ്പോഴൊക്കെ പിശാച് ജ്ഞാനിയാണ്, സർവജ്ഞാനിയല്ല. ആണോ? സർവജ്ഞാനിയാണോ? അല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭൂതം കയറുന്നവനോട് ഒത്തിരി ഡീറ്റെയിൽ ചോദിക്കരുതെന്ന്. അത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു വിടും. മിണ്ടാൻ അനുവദിക്കില്ലെന്ന് ദൈവനെ. കർത്താവിന് പറഞ്ഞ് മിണ്ടരുതെന്ന്. നമ്മളാ ചോദിക്കുന്നത്, എവിടുന്ന് വന്നു, എതിലേ വന്നു, ഇമെയിൽ ഐ ഡിയും കൂടെ ചോദിച്ചേ വിടുകയുള്ളൂ നമ്മൾ. മനസ്സിലായില്ലേ? മിണ്ടരുത്. കാരണം അവൻ നമ്മളെ തമ്മിൽ കലയിപ്പിച്ചിട്ട് പോകുന്നു.
എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ നേരാന്ന് ഓർക്കും. പോഷ്ക്ക് പറയും അവനെ അവിടെ കിടന്ന് വിളയാൻ അനുവദിക്കില്ലെന്ന്, ഇട്ടുപോകാൻ പറയണം. അപ്പോൾ പിശാചിന് യേശുവിനെ കണ്ടിട്ട് ഒരു രാജാവിന് വേണ്ട ഗ്ലാമറൊന്നുമില്ല. ശരിയല്ലേ? അതെന്ന്. അപ്പോൾ രാജാക്കന്മാർ പ്രത്യേകത, ശലോമോൻ രാജാവ് 1005 ഗീതകം, 3000 സദൃശ്യവാക്യങ്ങൾ, ചുവരിൽ വിടരുന്ന ഈസോപ്പിനെക്കുറിച്ച്, ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പുകളെക്കുറിച്ച് ഒക്കെ കാവ്യം എഴുതി. 1005 നീതിമൊഴികൾ എഴുതി. 1000 വിവാഹം കഴിച്ചു. 40,000 കുതിരാലയങ്ങൾ, 12,000 കുതിരച്ചേവകർ. ഇതൊക്കെ ഈ രാജാക്കന്മാരുടെ നേട്ടത്തിൻ്റെ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഒരു പിടി മണ്ണും വെട്ടിപ്പിടിക്കാതെ, ഒരു യുദ്ധവും നയിക്കാതെ, ഒരു നികുതിപ്പണവും പിരിക്കാതെ ഒരുവൻ നിന്ന് പീലാത്തോസിന് പറയുക, ഞാനാ രാജാവ്. അത് സ്ഥിരീകരിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകക്കാരൻ എഴുതുക, രാജാതി രാജാവും കർത്താതി കർത്താവും എന്നൊരു നാമം അവൻ്റെ ഉടുപ്പിന്മേൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ! അതെങ്ങനെ കിട്ടി? ഇയാൾ അമ്പരന്നു. ഇങ്ങനെ ഒരാൾ പറയുക, പിശാച് അമ്പരന്നു. ഇതെങ്ങനെ രാജാവാകും? എങ്ങനെ പറയാൻ പറ്റും? മാത്രമല്ല, പിശാച് യേശുവിൻ്റെ ദൈവത്വം, ഡിവിനിറ്റിയേക്കാൾ അമ്പരന്നത് യേശുവിൻ്റെ ഹ്യൂമാനിറ്റിയാണ്, മനുഷ്യത്വം. മനസ്സിലായില്ലേ? യേശു എന്ന ദൈവപുത്രനേക്കാൾ യേശു എന്ന മനുഷ്യപുത്രനെ കണ്ട് അമ്പരന്നു. അതുകൊണ്ട് മനസ്സിലാകുന്നില്ല. പറയാം. സ്വർഗാതിസ്വർഗത്തിൽ പിതാവിനോട് തുല്യനായി വിരചിച്ച ക്രിസ്തുവിനേക്കാൾ സാത്താൻ ഭയപ്പെട്ടത് കന്യകയിൽ ജനനം കൊണ്ട് എന്നെയും നിങ്ങളെയും പോലൊരു ശരീരമെടുത്ത് ഇഹലോകത്തിൽ വന്നവനെ കണ്ട് ഭയന്നു. കേൾക്കാൻ കാരണം അറിയോ? പറയാം. നാട്ടിൽ എനിക്കെതിരെ കുറേ കേസുകളുണ്ട്. വണ്ടമ്മേട്ടി എന്നൊരു ഒരു സഹോദരൻ ഉണ്ടായിരുന്നല്ലോ അല്പം മുമ്പ്. വണ്ടമ്മേടോ ഉണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ നാട്ടിലാണ് എനിക്ക് കേസുള്ളൂ. പ്രസംഗത്തിനെതിരെ എന്തോ അതിന് ഒരു പേരുമൊക്കെ ഇട്ടൊരു കേസുമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ യൂട്യൂബിലെ കിടപ്പുണ്ട്, ആ പ്രസംഗം കിടപ്പുണ്ട്. അപ്പോൾ അന്ന് വലിയ പോലീസ് നമ്മളിങ്ങനെ പിടിക്കാനൊക്കെ കിടക്കായിരുന്നു. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഈ രാജ്യം വിട്ടൊന്നും പോയിട്ടില്ല, നിങ്ങൾക്ക് വരാം, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം, ഭാര്യയോട് പറയണം, മക്കളോട് പറയണം, നടപടിക്രമം പാലിക്കുക, അറസ്റ്റ് ചെയ്യുക, കണ്ടുപോ. അല്ല, ഞാൻ അങ്ങോട്ട് വരികയല്ല, നിങ്ങൾ ആ ജീപ്പേ വരണം, നിങ്ങളുടെ വണ്ടിയെ വരണം. അതിനുള്ളല്ലേ വണ്ടി, നമ്മുടെ നിങ്ങളുടെ നികുതിപ്പണം കൊണ്ടുള്ള വണ്ടിയല്ലേ, എനിക്കിവിടെ കയറാനുള്ള വണ്ടിയാണ്. ഞാൻ എന്തിനാണ് കാറ് ഓടിച്ചു വരുന്നത്? നിങ്ങൾ കൊണ്ടുപോകും. എസ് ഐ ആയിട്ട് സംസാരിക്കാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. രാജ്യ നിയമം വല്ലതും പറഞ്ഞിട്ടുണ്ട്, തെറ്റിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവിടെ പറയുന്ന ശിക്ഷ തരാതിരിക്കില്ല. പക്ഷെ ഞാൻ സ്വന്തം ചെലവിൽ അങ്ങോട്ട് വരികയല്ല. ധിക്കാരമല്ല സാർ, തെറ്റിദ്ധരിക്കരുത്, ഇതാണ് പ്രോപ്പർ ചാനൽ. എടുക്കാൻ പുള്ളി മടുത്തുപോയി. കാരണം സ്റ്റാറും ഒക്കെ ഉള്ള പുള്ളികൾ, നിങ്ങളെല്ലാം കേരളത്തിലെ മിക്ക പരസ്യവും നോക്കിയാൽ മതി. ഞാൻ പ്രശ്നങ്ങൾ ഒത്തിരി പോലീസുണ്ട്. വണ്ടിയൊക്കെ വലിയ വണ്ടി പോലീസ് കിടക്കുന്നു. എനിക്ക് വലിയ സന്തോഷമാകുണ്ട്. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം പോലീസ് വന്നത് ഞാൻ പോകുന്നിടത്താണ്. യോഗങ്ങളുടെ ഇത് നോക്കിയാൽ മതി, ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ അവരെയൊക്കെ സന്തോഷത്തോടെ അഭിസംബോധന ഇട്ട് പറയും, നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്ന. കാരണം നോട്ടീസ് അടിച്ചാൽ പോലും നിങ്ങൾ വരുന്നവരല്ല. നിങ്ങളിങ്ങനെയല്ലേ സുവിശേഷം കേൾക്ക്. സാറുമാർ കാര്യം മനസ്സിലാക്കുക. ഞങ്ങൾ കൊന്നിട്ട് നിൽക്കുകയാണോ? ഒന്നുമില്ല. നമ്മൾ നമ്മുടെ ആയത്തൊക്കെ പറഞ്ഞു, സുവിശേഷത്തിൻ്റെ മഹിമയൊക്കെ പറഞ്ഞു. 100 കൊല്ലം പഴക്കമുണ്ട് കുമ്പനാട് കൺവെൻഷന്. അതിൽ അതേ വഴക്കമുണ്ട് മുളക്കുഴയ്ക്ക്, അതേ വഴക്കമുണ്ട് പുനലൂരിന്. 100 വർഷത്തിനകം ഒരു പെറ്റി കേസ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ഓലപ്പടക്കം പോലും പൊട്ടിക്കാത്ത ഒറ്റ കമ്മ്യൂണിറ്റിയെ ഇന്ത്യയിലുള്ളൂ, ലോകത്തിലുള്ളൂ, അത് ഞങ്ങളാണ്. ഇതൊക്കെയാണ് പറഞ്ഞേ. ഞങ്ങളാരും മോശമെന്നല്ല പറഞ്ഞേ. അതൊക്കെ പോലീസുകാർ കേട്ടു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സ്റ്റാറും ക്യാപ്പും യൂണിഫോമൊക്കെ ഇട്ട പോലീസ് വരുമ്പോൾ നമുക്ക് വേണ്ടിയും കുറേ മനുഷ്യരുണ്ട്, നല്ല മനുഷ്യർ. കാരണം പോലീസ് വണ്ടി കണ്ടാലേ അവർക്കും അറിയാം നമ്മുടെ സഹോദരന് വേണ്ടി എന്ത് ചെയ്യണം, എങ്ങനെ ഇടപെടണം. പിടിക്കാൻ എളുപ്പമല്ല. ഒരു കാര്യം അറിയാം, ഡിപ്പാർട്ട്മെൻ്റ് ഒരുത്തനെ പിടിക്കണമെന്ന് വെച്ചാൽ ഇതൊന്നും ഒരു കാര്യമല്ല, പിടിച്ചിരിക്കും. അതാ പോലീസ്, അതിൻ്റെ ട്രെയിനിങ് അങ്ങനെയാണ്. അപ്പം ഞാൻ വന്നപ്പോൾ നമ്മുടെ സഹോദരൻ പറഞ്ഞു, ഇവിടുന്ന് ഒരുത്തൻ 250 മില്യനും കൊണ്ട് പോയെന്ന്. അവൻ ചെന്നിറങ്ങുന്നതിന് മുമ്പ് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അവിടെ ചെന്ന് പൊക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അവൻ ഉറങ്ങുന്നതിന് മുമ്പ് പൊക്കിക്കൊണ്ട് പോകുന്നു.
അങ്ങനെ പോലീസ് പിടിക്കച്ചാൽ അവരുടെ ട്രെയിനിങ് എങ്ങനെ? അമേരിക്കയും മൊസാദും ഇന്ത്യയൊന്നും മോശമല്ല, അതൊന്നും മോശമല്ല, ഗംഭീരമാണ് അന്വേഷണ സംവിധാനം. പിടിക്കണമെങ്കിൽ പിടിക്കും, അതിൻ്റെ സീരിയസ്നെസ് അനുസരിച്ചാണ്. പിടിക്കാൻ ഏറ്റവും നല്ല വഴി എന്താണെന്നറിയണ്ടേ? യൂണിഫോമിൽ വരുന്നതിനേക്കാൾ നല്ലത് യൂണിഫോമിലല്ലാതെ വരണം. എന്നെ പിടിക്കാൻ ഒരു വഴിയുള്ളൂ, ഇവിടെ കയറി ഇതുപോലെ ഉടുപ്പൊക്കെ ഇട്ട് അല്ലേലിയാ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഞാൻ ഓർക്കും എനിക്ക് കൈ തരാൻ തുടങ്ങാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ടും ഇല്ലും പറയും നമുക്ക് പോയാലോ. ഞാനും പറയും പോകാം, ഞങ്ങൾക്ക് ചായ മേടിച്ച് തരാനാണ്, എന്നാൽ ഇങ്ങോട്ട് കയറ്. വെളിച്ചം കാണണേ കാലം പിടിക്കും. അപ്പോഴേ പിശാചിൻ്റെ തല തകർക്കാൻ വേഷത്തിൽ മനുഷ്യനായി ദൈവപുത്രൻ വന്നത് എന്തിനാന്ന് മനസ്സിലായോ? നിൻ്റെ തല എടുത്തിട്ടേ ബാക്കിയുള്ളൂ. യൂണിഫോമിൽ ഞാൻ വന്നില്ല, നിൻ്റെ തല എടുക്കും. പിടിയിട്ടില്ല, പിടിയിട്ടിയോ? അതിന് കാരണമുണ്ട്. നീ എൻ്റെ അപ്പനെ ഏതിനിൽ പൂട്ടിക്കെട്ടിയ നാൾ മുതൽ ഞാൻ കരുതി വെച്ചാണ് ഈ വേഷത്തിൽ തന്നെ നിനക്ക് തിരിച്ചടി തരണമെന്ന്. ആദമ്യ ശരീരത്തിൽ തന്നെ വന്നേ കണക്ക് തീർത്ത് നിന്നെ തോൽപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മരുഭൂമിയിൽ 40 ദിവസം കഴിഞ്ഞ സാത്താൻ്റെ അടുത്ത്, യേശുവിൻ്റെ അടുത്ത് സാത്താൻ വന്നൊരു ചോദ്യം, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ. അങ്ങനല്ലേ? ക്രൂശിൽ ലാശ് കേട്ടു, നീ ദൈവപുത്രനെങ്കിൽ. ഈ 2 ചോദ്യങ്ങൾക്കിടയിലാണ് യേശുവിൻ്റെ മിനിസ്ട്രി. ഉപവസിച്ച് കൊണ്ട് കഴിഞ്ഞപ്പോൾ സാത്താൻ ചോദിച്ചു, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. ക്രൂശി കിടക്കുമ്പോൾ കള്ളനിലൂടെ പറഞ്ഞു, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. അപ്പോഴൊക്കെ യേശു പറഞ്ഞത് ഇവനോട് എന്താ തരണ്ടേ? നീ ദൈവപുത്രനെങ്കിൽ കല്ലിനോട്. യേശുവിൻ്റെ മറുപടി കേട്ടോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ചോദ്യം ദൈവപുത്രനെങ്കിൽ, ഉത്തരം മനുഷ്യനെന്ന്. മനുഷ്യൻ. ഇടയ്ക്ക് ആരെങ്കിലും യേശുവിനെ വന്നിട്ട് ദൈവപുത്രന്നോ അതല്ലെങ്കിൽ ശ്രേഷ്ഠ ഗുരുവെന്നോ നല്ലവനായ ഗുരുവെന്നോ ഒക്കെ വിളിച്ചു പോയാൽ അതങ്ങ് കട്ട് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. നിക്കോദിമോസ് എന്നോട് പറഞ്ഞു, ഗുരു നീ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ പ്രവൃത്തികളെ ചെയ്യുവാൻ ഒരുവനും സാധിക്കുകയില്ല. അത് കേട്ട് കർത്താവ് അങ്ങ് സന്തോഷിച്ചോ? അയാളൊരു വക്കീലാണ് വന്നിരിക്കുന്നത്. നമ്മളാണെങ്കിൽ ലോക്കലായിട്ട് അതുവരെ കൂടിയ പത്രോസിനെയും അന്ത്രോസിനെയും നോക്കട്ടെ, നോക്കട ആണുങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നത് എന്നാണെന്ന് മനസ്സിലായോ? നാട്ടിലെ വക്കീലേ എന്നെപ്പറ്റി എന്തോ പറഞ്ഞേ? ദൈവത്തിൻ്റെ അരികിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. ഞാനാണെങ്കിൽ കുറേ കൂടെ കട്ടി കൂട്ടി ചോദിച്ചനെ, ആട്ട ബ്രദറെ എവിടെ വച്ചാ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ബ്രദർ കണ്ടേ? അത് കോട്ടയത്ത് വെച്ച്. അതിലും വലിയ പ്രവൃത്തി ഞാൻ ഡാളസിൽ ചെയ്തു. ഞാൻ ദുബൈയിലായിരിക്കുമ്പോൾ അവിടെ ചില പ്രവൃത്തികൾ ചെയ്തു. 1/4 മണിക്കൂർ നമ്മളിതാ തട്ടുന്നത്. നമ്മൾ ശരിയാകത്തിൻ്റെ കാര്യം മനസ്സിലായോ? യേശു ആ സംഭാഷണം കട്ട് ചെയ്ത് കുഞ്ഞു പോയി വീണ്ടും ജനിച്ചാട്ടെ. അതിൻ്റെ പുറകെ പോയോ? ഈ സ്തുതിവചനങ്ങൾ കേട്ട് കേട്ട് പുറകെയൊന്നും യേശു പോവില്ല. നമ്മളെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ സ്തുതി മുഴുവൻ കളക്ട് ചെയ്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് ദൈവത്തിന് കൊടുക്കാനൊന്നും ഇരിക്കണ്ട. അത് കേട്ടങ്ങനെ സന്തോഷിക്കുന്ന ആളുമല്ല കർത്താവ്. ഹൃദയത്തിൽ തട്ടി കൊടുക്കുന്ന നന്ദിയാണ് കർത്താവിന് ഇഷ്ടം. ഹല്ലേലൂയ. അത് കൊടുക്കാൻ നമ്മൾ വന്നേ. വാക്കുകളിലെ ആ ജൽപ്പനം കേൾക്കാനല്ല യേശു വന്ന. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. വചനം ദൈവമക്കൾ ഏറ്റെടുത്തു. കാര്യം ഇതൊരു ക്ലാസ്സാ. ഈ വചനം കേൾക്കുന്നവർക്കും ഇതൊരു വിടുതലാണ്. ഹൃദയത്തിലേക്ക് ആ വചനം പതിയട്ടെ. സ്തോത്രം. അപ്പോഴേ ഇവൻ നോക്കിയപ്പോഴേ ആദ്യത്തെ ആദവേദനിൽ ഭക്ഷണം വേണ്ടാത്ത ഇടത്തെ ആരോഗ്യവാനായി സുമുഖനായി സുന്ദരനായി നിലകൊണ്ട ആദം, അവനെ ഞാൻ ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിപ്പിച്ച് പരാജയപ്പെടുത്തിയെങ്കിൽ ഒടുക്കത്തെ ആദം 40 ദിവസം ഉപവസിച്ച് ക്ഷീണിച്ചവശനായി വിശന്നിരിക്കുക, തോൽപ്പിക്കാൻ എളുപ്പം എന്നോർത്ത് ഇങ്ങോട്ട് വന്ന് പിശാചി പറയുകയാണ്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഹല്ലേലൂയ. അപ്പം കൊണ്ട് മാത്രമല്ല. ചില ആളുകൾ നമ്മൾ ഈ സുവിശേഷമൊക്കെ പറയും, ഇതിനകത്തൊന്നും അല്ല കാര്യം. മനുഷ്യന് ആഹാരം കൊടുക്കണം, വെള്ളം കൊടുക്കണം. ഇത് കേട്ടവർക്ക് ഇവനിത് കൊണ്ട് കൊടുക്കുക എന്ന് ഓർക്കും. വരുന്നവർക്കല്ല. നമ്മളിത് വിളിച്ചു പോയി കിടക്കുകയാണോ? നമ്മളല്ലേ ഏറ്റവും അധികം അതിഥി സൽക്കാരം ചെയ്യുന്നൊരു സമൂഹം നമ്മൾ, അല്ലേ? ഇതും പറഞ്ഞ് കിടക്കുകയാണോ? ഫേസ്ബുക്കിൽ ഇടുകയാണോ ഒരു കുപ്പി വെള്ളം മേടിച്ച് കൊടുത്തിട്ട്? ഒന്നുമല്ല. നമ്മളിതെല്ലാം ചെയ്യുന്ന മനുഷ്യരാണെന്നേ. സ്തോത്രം. അത് ചെയ്യുന്നത് എന്തിനാ? പ്രതിഫലം മാത്രം നോക്കിയല്ല, മനുഷ്യത്വം അല്ലേ വലുത്.
അതൊക്കെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച കൂടുതൽ. പണ്ട് ചെയ്യുന്ന ആളുകൾക്ക് അത് ഇരട്ടി വർദ്ധിച്ചു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ. ആ കൺസേൺ ഹ്യൂമാനിറ്റിക്ക് അങ്ങനെ രൂപപ്പെട്ടു വന്നേ, ലോകത്ത് തന്നെ അങ്ങനെ രൂപപ്പെട്ടു വന്നേ. സ്തോത്രം. അപ്പോൾ യേശുവിനെ തോൽപ്പിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. ഭക്ഷണമാണോ പ്രധാനം? അതിൻ്റെ കാരണം പറയാം. നാളെ നമ്മുടെ വീട്ടിൽ ഒരാൾക്കൊരു ഗുരുതരമായ ഓപ്പറേഷന് വിധേയനാകണം. ആ വീട്ടിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നാളെ ജപ്തി വരാൻ പോവാ. ഭക്ഷണമാണോ പ്രധാനം? മനുഷ്യാവസ്ഥയുടെ സങ്കീർണത അറിയത്തില്ല. ചിലപ്പോൾ ഭക്ഷണമാണ് വലുത്. അല്ല, ഭക്ഷണമല്ല അത് അതിപ്രധാനം. യേശുവിന് പറഞ്ഞു, അതേ മനുഷ്യൻ ഈ ഭക്ഷണം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഒരു വചനം മതി. ഏത് കഷ്ടപ്പാടിലും ഒരു വചനം, അത് ഹൃദയത്തിൽ വന്ന് പതിയുമ്പോൾ കിട്ടുന്നൊരു ഉന്മേഷം, തകർച്ചയുടെ നടുവിൽ കിട്ടുന്നൊരു ദൂത്, പ്രാർത്ഥിക്കാൻ മുഴങ്കാലിക്കുമ്പോൾ കിട്ടുന്നൊരു ദർശനം, ഫോൺ വിളിച്ചൊരു സുഹൃത്ത് പറഞ്ഞു തരുന്നൊരു വാക്യം, ഭാരപ്പെടേണ്ട ബ്രദറെ എന്ന് പറയുന്ന ഒരു വചനം. ഈ വചനം ആഹാരത്തേക്കാൾ വിലപിടിപ്പുള്ളതാ, കിട്ടിയ പണത്തേക്കാൾ വിലപിടിപ്പുള്ളതാ. അതുകൊണ്ട് സകല ശത്രുക്കളുങ്ങൾക്ക് നമുക്ക് ആവർത്തിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ വിജയം വചനമാണ്, വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ വാക്കുകളാണ്. അവിടെ നിന്ന് പോന്നു. എന്നാലേ ഇവരൊക്കെ വന്ന് ഇങ്ങനെ ദൈവം എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരാളെന്ന് പറയുന്നത് നല്ലവനായ ഗുരു, എന്നെ അങ്ങനൊന്നും വിളിക്കല്ലേ. ദൈവം ഒഴികെ ആരും നല്ലവനില്ല. ചില യേശു ദൈവമാണോന്നൊക്കെ ചോദിക്കാൻ എടുക്കുന്ന വാക്യം ഇത്. ഞങ്ങൾക്കുള്ള വാക്യം എടുത്തു പറയും. സാധാരണ ഒരു മനുഷ്യൻ, യേശുവിന് ഒത്തിരി പേരുണ്ടായിരുന്നു. ഇമ്മാനുവൽ, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ഒത്തിരി പേര്. പക്ഷേ യേശു എപ്പോഴും പറയുന്നൊരു കാര്യം, തന്നെ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? മനുഷ്യപുത്രൻ. ഇഷ്ടമുള്ള എൻജോയ് ചെയ്ത പേരാണ് മനുഷ്യപുത്രൻ. ആ പേരാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഈ വിലക്കുകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഫിലിപ്പിൻ്റെ കൈസരിയെ വെച്ച് കർത്താവ് ഒരു ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്നാ പറയുന്നത്? ഇങ്ങനെ വിലക്കൊണ്ട് എന്നെ കയറി ചാടിക്കയറി ഇങ്ങനെയൊന്നും വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ആ സകല വിലക്കിൽ ലംഘിച്ച് ഒരുത്തം കയറി വിളിക്കുക. എങ്ങനെ വിളിച്ചേ? നീ ജീവനുള്ള. അന്നേരം ശാസിച്ചോ? ഇല്ല. എന്നിട്ട് പറഞ്ഞു, ബിക്കോസ് യു ഗോട്ട് എ റെവലേഷൻ. പിതാവ് നിനക്ക് തന്ന റെവലേഷൻ കൊണ്ട് മാത്രമേ ഞാൻ ദൈവപുത്രനാണെന്ന് മനസ്സിലാവൂ, അല്ലെങ്കിൽ മനുഷ്യനായിട്ടേ മനസ്സിലാവൂ. ക്രിസ്തുവിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത്? ദൈവപുത്രനായിട്ട്. റെവലേഷൻ, വെളിപ്പാടിനല്ല മനസ്സിലാക്കിയത്, ദൈവപുത്രനാണ്. പക്ഷെ നമുക്കിന്നും പിശാചുക്കളെ ശാസിക്കുമ്പോൾ ലോക്കൽ അഡ്രസ്സിലാണ് വിടുന്നത്, നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുവാൻ. എന്താ കാര്യം? ഈ ശരീരത്തിൽ വന്ന് സാത്താൻ്റെ തല തകർത്തു. നമ്മുടെ പൂർവികൻ തോറ്റുപോയ ആ ശരീരത്തിൽ ക്രിസ്തു വന്നു. അപ്പോൾ മനസ്സിലായോ എന്തിനാണ് ക്രിസ്തു ജഡത്തിൽ വന്നതെന്ന്? നമുക്ക് സംഭവിച്ച തോൽവി എന്നേക്കും റദ്ദ് ചെയ്യുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ഇനി ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞ് നിർത്താം. ഈ കർത്താവിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അത്ഭുതങ്ങളെക്കാൾ, അടയാളങ്ങളെക്കാൾ, വീര്യപ്രവൃത്തികളെക്കാൾ ഏറ്റവും സുപ്രധാനം ക്രൂശുമരണമാണ്. ശക്കായി മരണത്തിൽ നിന്ന് ഉയർത്തു. നേട്ടം ശക്കായിക്കും വീട്ടുകാർക്കുമാണ്. തബീത ഉയർത്തു, തബീതയ്ക്കും വീട്ടുകാർക്കും. യായിറോസിൻ്റെ മകൾ, ആ വീട്ടുകാർക്കുള്ള. യേശു ക്രൂശിക്കപ്പെട്ടു. മൂടു ലോകത്തിനും വിടുതലാണ്. മൂടു ലോകത്തിനും വേണ്ടി ചെയ്ത പ്രായച്ചിത്ത ബലിയാണ് ക്രൂശുമരണം. അതിനും പറയാം, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അതാ ജഡത്തിൽ കർത്താവ് എന്ത് ചെയ്തു? ജഡത്തിൽ വെളിപ്പെട്ടു വന്ന് ആ ക്രൂശിലെ മരണത്തോളം അപമാനം സഹിച്ച് താഴ്മ ഭവിച്ചപ്പോൾ ദൈവം അവനെ സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തിയെന്നു. അതുകൊണ്ട് സകല മുഴങ്കാലും അവൻ്റെ മുമ്പാകെ മടങ്ങയും സകല ജഡവും വിളിച്ചു പറയും, യേശു ക്രിസ്തു കർത്താവ്. അങ്ങനൊരു കാലം വരുമെന്ന്. ആ കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ നമ്മൾ. അപ്പോൾ ഈ ദൈവപുത്രൻ ജഡത്തിൽ വന്നു, നമ്മുടെ ശിക്ഷ അകറ്റി, നമ്മുടെ പാപങ്ങളെ അകറ്റി. ആ ക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ പാപങ്ങൾ എന്നേക്കും പരിഹരിച്ച് നമ്മൾ ദൈവമക്കളാകുന്നു. അപ്പോൾ അതിനകത്ത് ഒരു വസ്തുത കൂടി പറയാം. നമ്മളിന്ന് പാപികളാണോ?
പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ നമ്മുടെ സഹോദര സഭകൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളെന്താ പ്രാർത്ഥിക്കാത്തത്? നമ്മൾ പാവികളാണോ? ഉറപ്പായിട്ട് പറയണേ, ക്രിസ്തുവിലുള്ളവർ പാവികളല്ല. തെറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ട്. അതിന് പാപമെന്ന് പേരിടാവോ? പാപം തെറ്റ് തന്നെയാണ്, പാപം തന്നെയാണ്. അപ്പോഴും നമ്മൾ പാപികളാവോ? അത് പറയാം. നമ്മളെ പാവികളെന്ന് വിളിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, എങ്ങനെ വിളിക്കണം? വിശുദ്ധർ. ശരിയാണോ? ഞാനൊരു പ്രസംഗങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ പറയും, വിശുദ്ധ മറിയം എന്ന പ്രയോഗം നടത്തിയപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു, പാസ്റ്റർ കൂടെ ഈ വിശുദ്ധ മറിയം എന്ന് പറയുന്നു. നമുക്ക് ചേർന്നൊരു പ്രയോഗമാണ്. ചേർന്നാണോ പ്രയോഗം? വിശുദ്ധ മറിയം എന്ന് പറയാം. പരിശുദ്ധ എന്ന് പറയാൻ പാടില്ല. പിന്നെ എങ്ങനെ പറയണം? വിശുദ്ധ. ആ പേര് പൗലോസിനും ചേരും, വിശുദ്ധ പൗലോസ്, വിശുദ്ധ പത്രോസ്. നമുക്കും ചേരും വിശുദ്ധ. പക്ഷെ നമ്മളത് യൂസേജിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. അതുകൊണ്ട് നാളെ മുതൽ വിശുദ്ധ അനിൽ കുരുത്തോട്ടം, വിശുദ്ധ തങ്കപ്പൻ, വിശുദ്ധ ലീലാമാന്നൊന്നും പറയണ്ട. അതൊരു യൂസേജില്ല, അതുകൊണ്ടാണ്. പറഞ്ഞാൽ കുഴപ്പമില്ല. എൻ്റെ കാരണം എന്താ? കൊരിന്തിലെ വിശുദ്ധന്മാരെ, ഗലേഷ്യയിലെ വിശുദ്ധന്മാരെ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്ത് എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരായെന്നറിയോ? വിശുദ്ധി ചെയ്തുകൊണ്ടല്ല വിശുദ്ധരായത്, വിശുദ്ധ ജീവിതം കൊണ്ട് വിശുദ്ധരായതല്ല. പിന്നെ എങ്ങനെയാണെന്ന് പറയാം. ഇതൊരു ഉദാഹരണമാണ്. മഹാനായ അലക്സാണ്ടർക്കൊരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരയുടെ പേര് ബ്യൂസി ഫാലസ് എന്നായിരുന്നു. ബ്യൂട്ടി പാലസ് എന്നല്ല. പിന്നെ ഞാനടുത്ത് വെളിപ്പാട് ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു, ഗ്രീക്കിൽ വെളിപ്പാട് പുസ്തകത്തിന് പറയുന്ന പേര് അപ്പക്കലിപ്സിസ് എന്നാണ്. ഒരുത്തനിത് കേട്ടേച്ച് പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിന് ഗ്രീക്കിൽ പറയുന്ന യൂക്കാലിപ്റ്റസ് എന്നാണ് നൽകുടത്തോട്ടം പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ആക്കി കളയരുത്. ബ്യൂസി ഫാലസ്, ഇത് പെൺകുതിരയാണ്. രണ്ടിനത്തിൽ മാത്രം പെൺവർഗ്ഗങ്ങൾക്കാണ് ഡിമാൻഡ്. ഒന്ന് കുതിര, മറ്റൊന്ന് നായ്ക്കളാണ് മനുഷ്യൻ വളർത്തുന്നത്. കേട്ടിട്ടുണ്ടോ? പ്രിയേ, ഫറവോയുടെ രഥത്തിന് കിട്ടുന്ന പെൺകുതിരയോട് ഞാൻ ഉപമിക്കുന്നു. യുദ്ധത്തിനുണ്ടോന്ന പെൺകുതിരയാണ്. പോലീസ് ഈ അന്വേഷണത്തിനൊക്കെ എടുക്കുന്നത് ഉപയോഗിക്കുന്ന ആരെയാ? പെൺനായ്ക്കളെയാണ്. അപ്പോൾ ആൺനായ്ക്കളത് കഴിവില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ നാട്ടിലേക്ക് രീതി അനുസരിച്ച് അവന് സമയമില്ല. ഫുൾ ടൈം അവൻ ഹൗസ് വിസിറ്റിങ്. അതുകൊണ്ട് ആളിനെ ഇവിടെ കിട്ടുന്നില്ല, അതാണ് കുഴപ്പം. രാവിലെ ഇറങ്ങിയതാണ്, ആളിനെ കിട്ടണ്ടേ? ഫുൾ ടൈം പോയിരിക്കുക. പോട്ടെ, പെൺകുതിര. അപ്പോൾ ഈ കുതിരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് അനേകരോട് മെരുങ്ങല. അലക്സാണ്ടറുടെ കുതിരയാണ്. അപ്പോൾ ഈ കുതിരപ്പുറത്ത് അലക്സാണ്ടർ പോവാണ്. പോകും വഴിക്ക് കുതിര ഇടഞ്ഞിട്ട് എടുത്തൊരേറ്. അലക്സാണ്ടർ താഴെ വീണു. ഒരു കുന്നിൻ ചരിവിൽ ഇങ്ങനെ വീഴാൻ തുടങ്ങുന്നു. കാര്യം ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഓടിച്ചെന്ന് പിടിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി തന്നെ വീണു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് പിടിക്കാൻ ചെന്നുണ്ടല്ലോ കേസ് വരും. അതിന് ആളുണ്ട് അവിടെ. പ്രോട്ടോക്കോൾ ലംഘനമാണ്. അതിന് ട്രെയിൻഡായ ആളുകളുണ്ട്. പക്ഷെ കുതിര ഇടഞ്ഞപ്പോൾ ട്രെയിനിങ് കിട്ടിയവനുണ്ട്, കുതിരയേക്കാൾ വേഗത്തിൽ ഓടുന്നു. കുതിര ഇടഞ്ഞു. അവിടേക്കൊരു മനുഷ്യൻ വന്നു. അയാൾ ഈ വീഴാൻ തുടങ്ങുന്ന അലക്സാണ്ടറെ ഒരു വിധത്തിൽ ബന്ധപ്പെട്ടിഞ്ഞ് പിടിച്ച് മാറ്റി അങ്ങോട്ട് നിർത്തി. ഇടറി വന്ന കുതിരയെ ഒരു പ്രത്യേക മെരുക്കം കൊണ്ട് ആ കടിഞ്ഞാണി പിടിച്ചങ്ങോട്ട് തളച്ച് അങ്ങോട്ട് കൊണ്ട് ഇതിൽ ഒരു പനയിൽ ബന്ധിച്ചു. തൽക്കാലം അപകടം ഒഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ ഇങ്ങോട്ട് വന്നിട്ട് ഈ മനുഷ്യൻ നോക്കിയിട്ട് പറഞ്ഞു, ഓ ക്യാപ്റ്റൻ, എൻ്റെ പ്രാണനെയാ നീ രക്ഷിച്ച്. ഈ മനുഷ്യൻ തൊഴുകയോടെ പറഞ്ഞു, പ്രഭു, ഞാൻ ക്യാപ്റ്റനല്ല. ക്യാപ്റ്റൻ എത്ര തസ്തികയ്ക്ക് മുകളിലാ പ്രഭു, ഞാനൊരു സാധാ പടയാളിയാണ്. എത്ര ടെസ്റ്റ് എഴുതിയാലും എത്ര കായികക്ഷമത കൊണ്ടും എനിക്ക് ക്യാപ്റ്റനാകാനുള്ള യോഗ്യത ഇല്ല. ഞാൻ ക്യാപ്റ്റനല്ല. അലക്സാണ്ടർ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നോ, നീയാണ് ക്യാപ്റ്റൻ. അവൻ കണ്ണും പിടിച്ച് നിൽക്കുക. വീണ്ടും അലക്സാണ്ടർ പറഞ്ഞു, എടാ നീയാ ക്യാപ്റ്റൻ. അർത്ഥം മനസ്സിലായോ? എടാ നിന്നെ ക്യാപ്റ്റനാക്കുന്ന നാക്കാണ് എൻ്റെ നാക്കെന്ന്. ഞാൻ പറഞ്ഞാൽ നീ ക്യാപ്റ്റനാന്ന്. ഇങ്ങനെ യേശു നമ്മളെ വിശുദ്ധരാക്കിയെന്ന്. യോഗ്യത നോക്കിയല്ല, കഴിവ് നോക്കിയല്ല, പ്രാപ്തി നോക്കിയല്ല. അവൻ പറയാ, എൻ്റെ രക്തം കൊണ്ട് ഞാൻ ഈ മകളെ വിലയ്ക്ക് വാങ്ങി.
എൻ്റെ രക്തം പകരം കൊടുത്ത് ഞാനിവനെ വീണ്ടെടുത്തു എന്ന് പിതാവിൻ്റെ സന്നിധി പറയുമ്പോൾ അങ്ങനെ വിശുദ്ധരായവരാ നമ്മൾ. ഇനി അതിൻ്റെ മറുവശം കൂടെ ഉണ്ട്. മറുവശം എന്താണെന്ന് പറയാം. ഒരു 6 മാസത്തിനുള്ളിൽ വിവാഹം കഴിച്ചവരുണ്ടോ? 2026 മെയിൻ ആൾ ഇവിടെ ഇരിക്കല്ലേ, കുടുംബമായിട്ടാണോ വന്നേക്കുന്നത്? ഒരു കാര്യം പറയാം, ദൂതാ കേട്ടോ. ഈ ഭാര്യ നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ഇഷ്ടംപോലെ ആഹാരവും ചായയും ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ തരും. സത്യം പറഞ്ഞാൽ ഇതിലും നല്ല ചായ കേരളത്തിൽ ട്രെയിനേ കിട്ടും. കാശിന് കൊള്ളൂല. ആ മോള് ക്ഷമിക്കണം കേട്ടോ. ചായ പോലേതാണ്ടൊരു സാധനം വന്നോന്ന് ചെറുക്കൻ എന്ത് ചെയ്തു? ചായ കൂടി അങ്ങ് നിർത്തി. നമുക്കൊക്കെ ഇങ്ങനെ നമ്മുടെ ഭാര്യ കൊണ്ടോരോ സാധനം തരും. അച്ഛാ അവിയലാന്ന് കഴിക്കാൻ, സാമ്പാർ പോലെ ഇവനിങ്ങനെ ചാടുക, പച്ച നിറമുള്ളൊരു സാമ്പാർ. വീട്ടിൽ ഏറ്റവും ഇളയാളാണോ? ഇളയാളാണെ പറയണ്ട. നമ്മൾ ഒത്തിരി നിർബന്ധം. ഇളയാൾ ഭയങ്കര ഷാഢ്യത്തിൽ കൂടെ ഒക്കെ വളർന്ന ആളാണ്. മൂത്ത ആളുകളെല്ലാം ഭരിച്ച് ഇവനെ ഈ പെണ്ണ് ഇതെല്ലാം ഇങ്ങനെ കൊടുത്ത് ഇവനങ്ങ് മെലിഞ്ഞ് വരിക, കഴിക്കാൻ വയ്യ. പിന്നെ ഈ ചെറുക്കൻ എങ്ങനെയൊക്കെ അത്യാവശ്യം ബീഫുമൊക്കെ കഴിക്കുന്നത് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ലേ, ഈ വിധത്തിലേ ഇവൾ കൊടുക്കുന്നത്. അത്യാവശ്യം ചെറുക്കൻ ഈ ശരീരമൊക്കെ അത്യം പുഷ്ടിപ്പെടുന്ന വല്ല മാസയോഗത്തിനും പോകുമ്പോഴാണ്. അപ്പോൾ ഈ പെണ്ണ് നോക്കുമ്പോൾ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ സാധനമൊക്കെ മാസയോഗത്തിലിരുന്ന് അടിക്കുന്നു. അത് വേണ്ട കേട്ടോ, ഇത് വേണ്ടാന്നതിൻ്റെ കാരണം എന്താ? ഇവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ സാധനം വരുന്നില്ല, ശരിയല്ലേ? എന്നാലും കഴിക്കുന്നുണ്ട്, കുറ്റം പറയുന്നുമില്ല. കാലം കുറേ കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് പഠിച്ചു ഇവൻ്റെ ഇഷ്ടം. പതുക്കെ ഡെവലപ്പായി കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊക്കെ ഭാര്യ തന്നല്ലേ ശരിയാവുള്ളൂ, ശരിയല്ലേ? തുടക്കത്തിൽ നമ്മളും ഇങ്ങനെ ഇത് കഴിക്കാൻ കൊള്ളത്തില്ല, ഇപ്പം ഇവളിത് തന്നാലേ ഒക്കുള്ളൂ. ആ ചായയൊക്കെ കറക്റ്റാണ്. നമ്മളെ പഠിച്ചു. ഇതെല്ലാം പഠിച്ചിട്ട് ഈ സഹോദരി കാലം കുറേ കഴിഞ്ഞപ്പോൾ ചോദിക്കുക, എന്നാലും ഞാനതൊക്കെ തന്നപ്പോൾ കൊള്ളത്തില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, എന്നിട്ടും കുറ്റം പറയാൻ എന്തിനാ കഴിച്ചേ? വേഗം പറയും, ബിക്കോസ് നിന്നോടുള്ള സ്നേഹം. എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? ഇന്ന് പാടിയ പാട്ടും ഇന്ന് പ്രസംഗിച്ച പ്രസംഗവും ഇന്ന് നടത്തിയ പ്രാർത്ഥനയും ക്വാളിറ്റി ഇല്ലാത്ത സാധന, പക്ഷേ യേശു കൈപ്പറ്റി. കാരണം എന്താണെന്നറിയോ? കൊടുത്തത് നീ ആയതുകൊണ്ട്, പാട്ട് പാടിയത് നീ ആയതുകൊണ്ട്, പ്രസംഗിച്ചത് നീ ആയതുകൊണ്ട്, ഞാനായതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊന്ന് തിരുത്തണം, എൻ്റെ കാന്തൻ്റെ അളവോളം വളരണം. ഈ അവസ്ഥയുടെ പേരാ സ്പിരിച്വൽ ഗ്രോത്ത്. മനസ്സിലായില്ലേ? എൻ്റെ കാന്തൻ്റെ ഇഷ്ടത്തിനായി ഞാൻ എന്തായിത്തീരണമെന്നുള്ള ആത്മസമർപ്പണത്തിൻ്റെ പേരാണ് ആരാധന. മനസ്സിലായില്ലേ? കാന്തൻ നമ്മിലേക്ക് ചുരുങ്ങുന്നു, നാം കാന്തനിലേക്ക് വളരുന്നു. കാന്തൻ താഴേക്ക് ഇറങ്ങി വരാതെ നമുക്കവനെ ആസ്വദിക്കാൻ കഴിയില്ല. ദൂരങ്ങളിൽ നിന്ന് ആ ദൈവം നമ്മിലേക്ക് ഇഴുകിച്ചേർന്ന് അടുത്തു വന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ നമ്മുടെ കാന്തനെ, രക്ഷകനെ കണ്ടെത്തിയപ്പോൾ എന്തു സംഭവിച്ചു? ദൈവകുടുംബത്തിൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് മുമ്പിൽ ചെല്ലാൻ പറ്റാതെ വന്നു. ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ അവൻ്റെ വിശുദ്ധിയുടെ പ്രഭാവം നമ്മളെയും ഭരിച്ചു. ആ മറവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തേജസ്സിൻ്റെ ചിറകിൻ്റെ നിഴലിൽ നിന്നൊക്കെ പറഞ്ഞൊരു പാട്ട് നമ്മളിപ്പോൾ പാടിയല്ലോ, അതാ കറക്റ്റാ. ആ നിഴലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ നിഴലിൽ നിന്നാൽ നമ്മിലുമുണ്ട് ആ തേജസ്. അതിന് ലോകത്തിന് മനസ്സിലാവില്ല, എതിർശക്തികൾക്ക് പിടികിട്ടും നമ്മിൽ വ്യാപരിക്കുന്ന ആ കരിസ്മ എന്തെന്ന്. ലോകത്തിനത് മനസ്സിലാവില്ല, പക്ഷെ പിശാചുക്കൾക്ക് പിടികിട്ടും നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ആഴം. അത് ഈ കാന്തൻ്റെ ദാനമാണ്. സ്തോത്രം. ഈ കാന്തൻ നമ്മളീ കൊടുക്കുന്നൊന്നും സത്യം പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ളതല്ല. അല്ലാന്ന് ആണോ? അങ്ങനെ ഞാൻ പറയാറുണ്ട്, ഈ കല്യാണം കഴിക്കുമ്പോൾ ചില പുരുഷന്മാർ ഓരോ കാര്യമൊക്കെ പറയും. അതൊന്നും വലിയ കാര്യത്തിൽ നിങ്ങൾ എടുക്കരുത്. എന്താണെന്നറിയണ്ടേ? ചില ആമ്പിള്ളേർ പറയല്ലേ, ഞാൻ ഈ ക്യാഷ് ഒന്നും വലിയ കാര്യമായിട്ട് നോക്കിയില്ല പാർഷേ, ക്യാഷ് വരും പോവും.
അപ്പോൾ ആ പെണ്ണ് കാണാൻ മിടുക്കിയായതുകൊണ്ടും അത്യാവശ്യം കാശുള്ളതുകൊണ്ടും അവൻ വഴങ്ങി, അല്ല ത്യാഗം ചെയ്തിട്ടൊന്നുമല്ല നമ്മളാരും ഇവിടെ വന്നേക്കുന്നത്. കണ്ടോ, ആണെങ്കിൽ ഒരു സന്തോഷമില്ല. തിരിച്ച് ചിലർ പറയല്ലേ, പക്ഷേ സൗന്ദര്യം ഇന്ന് വരും പോവും, ക്യാഷ് ഇന്ന് വരും പോകും, അപ്പോൾ വേറെ എവിടെയോ അത് കോമ്പൻസേറ്റ് ചെയ്തു തിരിച്ചും കേട്ടോ, തിരിച്ചും. അങ്ങനല്ലേ? ലോകത്തിലൊരു യോജിപ്പുമില്ലാത്തൊരു കല്യാണമില്ല, എവിടേക്കോ ഒരു കോമ്പൻസേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോഴാ ചില ശ്വാസം വിട്ടത്, മനസ്സിലായില്ലേ? എവിടേക്കോ ഒരു യോജിപ്പുണ്ടെന്ന് പാർട്ട്ണറുമായിട്ട് നമുക്ക്. അതുകൊണ്ടാണ് ജീവിതം വിജയിക്കേണ്ടത്. എവിടേക്കോ ഒരു വലിയ യോജിപ്പ്, ഒത്തിരി പൊരുത്തപ്പെടാനാവാത്ത കാര്യമുണ്ടെങ്കിലും എവിടെയോ ഒരു യോജിപ്പുണ്ട്, കുറേ അധികം യോജിപ്പ്. പക്ഷേ ഒരു ചേർച്ചയില്ലാത്ത, ഒരു യോജിപ്പുമില്ലാത്ത ഒറ്റ വിവാഹമേ ലോകത്തുള്ളൂ. അത് യേശു ക്രിസ്തുവും തൻ്റെ കാന്തയാണ്. യോഗ്യത നോക്കിയല്ല, കൃപ. കുലമഹിമയില്ലാത്ത, ധനസമ്പത്തില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത നമ്മെ കൃപയാൽ അവൻ സ്നേഹിച്ച് അവൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ നമുക്ക് അന്ന് മുതൽ തോന്നി അവൻ്റെ അളവോളം വളരണം. ആ ശ്രമമാണ് സ്പിരിച്വൽ ഗ്രോത്ത്. അതിനൊറ്റ വഴി യേശുവിനെ നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചാർജാകുന്നു, നമ്മൾ ശക്തിപ്പെടുന്നു, നമുക്ക് കരുത്ത് വരുമെന്നു. അതിനാ ക്രിസ്തു വിജ്ഞാനീയം പഠിക്കേണ്ടത് അവിടെയാണ്. ഹല്ലേലൂയ. നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് ആ ബലം വേണം ജീവിതത്തിൽ ആർജിക്കാൻ, ആ ശക്തി വേണം ആർജിക്കാൻ. അത് വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല. കാരണം ഔദാര്യമായി തരുന്നൊരു യേശുവാണ് നമ്മുടെ കർത്താവ്. അതുവഴി കിട്ടിയ ഒരു കാര്യം കൂടെ മുമ്പ് പറഞ്ഞല്ലോ, പറയാം. ഞാനീ പറയുന്നതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഉദാഹരണങ്ങളാണ്. അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. നിങ്ങൾ റാങ്ക് വാങ്ങിയെന്ന് കുട്ടിക്കും, അതിലും വലിയ വിധത്തിലൊക്കെ വിജയിച്ചു. പക്ഷേ ഈ വാർത്തയൊക്കെ പറഞ്ഞാൽ വലിയ വിധത്തിൽ അതിനോടൊന്നും പ്രതികരിക്കാത്ത ഒരാൾ വീട്ടിലെ പപ്പായ, ജയിച്ചോ, കൊള്ളാം, ശരി, തീർന്നു. നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഒരു തൃപ്തിയില്ല. എന്തൊരു മനുഷ്യനല്ലേ? ശരി, കുഞ്ഞിൻ്റെ ബർത്ത്ഡേയാ, കേക്ക് മുറിക്കണം, എന്താ ചെയ്തു. അതിനകത്ത് വലിയ ആരും ശ്രദ്ധിക്കാത്ത എന്താണെന്നറിയണ്ടേ? പിണക്കൊണ്ടായിട്ടല്ല, പ്രകൃതി, ദൈവം പുരുഷന് കൊടുത്തൊരു നേച്ചർ അങ്ങനെയാണ്. ശരിയല്ലേ? ശരിയാണോ? അങ്ങനെ ഒരു നേച്ചർ. നമ്മുടെ വിചാരം ഈ പപ്പ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു മാറ്റമില്ല. കാരണം എന്താ? പക്ഷേ അറിയോ, തെരുവിലിറങ്ങിയിട്ട് 10 പേരെ കാണുമ്പോഴൊക്കെ അപ്പൻ അന്തസ്സോടെ ചങ്ക് വിരിച്ചു എന്നാണ് പറയുന്നത്. കുഞ്ഞ് ജയിച്ചു കേട്ടോ. സംഭവമാണ്. അവിടെ നില മാറി, സ്ഥിതി മാറി. നമ്മുടെ കേൾക്ക പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പുറത്തു നിന്ന് പറയുന്നുണ്ട് നമ്മൾ ആരാന്ന്. ശരിയല്ലേ? ഒരിക്കലും നമ്മളെല്ലാം അപ്പൻ തല്ലിയിട്ടുണ്ട്. പുരുഷന്മാരാരും പറയണ്ട, ഈ ചെവിക്കുറ്റി തീർത്തടിച്ചിട്ടുണ്ട്. ഇവിടേക്കാണ് ജയിലിൽ പോയനെ നമ്മളെ പപ്പ. ശരിയല്ലേ? പണ്ടൊക്കെ സ്കൂളിൽ വന്നിട്ട് അവിടിട്ടും 2 തരും. എന്നിട്ടും തൃപ്തി വരാതെ മാഷിനോട് പറയും 2 കൊടുത്തേക്കണമെന്ന്. നമ്മുടെ കാലൊക്കെ തല്ലി പൊട്ടിച്ച് അടി കിട്ടി വീട്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ പപ്പായ്ക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെയൊക്കെ നമ്മൾ വളർന്നേ. അണ്ടർ സ്കൂളിനൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിച്ച ഈ പപ്പയോട് അന്നങ്ങ് ഭയങ്കര കലിപ്പാണ്. ശേഷം ആമ്പിള്ളേർക്ക് ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ തല്ലിയ, ചെവിക്കുറ്റി അടിച്ച് പുകച്ച, ക്ലാസ്സിൽ വെച്ച് തല്ലിയ പപ്പായോട് വിരോധമുള്ള ഒരാളിലുണ്ടോ? സ്നേഹമല്ല ഉള്ളേ. എന്താ സ്നേഹിക്കാൻ കാരണം? പപ്പയുടെ സ്നേഹം നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞത്. ശരിയല്ലേ? സ്വർഗസ്ഥ പിതാവ് ഇങ്ങനെയാണ്. സ്നേഹം അങ്ങോട്ട് പ്രകടമാകുന്നില്ല. നമുക്കൊരകലം പപ്പായുമായിട്ട് മാറി മാറി നിന്നപ്പോൾ ആ വീടിനെ മുഴുവൻ ഏകീകരിക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടായി. ദൈവപുത്രൻ ഈ ശരീരമെടുത്ത് വന്നിട്ട് നമ്മളെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയിലൊരു പദം വന്നു, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ? പിതാവേ. അത് എടുത്തെടുത്ത് പിന്നെയും പഠിപ്പിച്ചു. അബ്ബാ പിതാവേ എന്ന പുത്രത്വത്തിൻ്റെ ആത്മാവെന്ന്, സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്, അത് പ്രാപിക്കണം. എൻ്റെ കാരണം പറയാം. ദൈവം സകല ചരാചരങ്ങളുടെയും ദൈവം, അതുകൊണ്ട് അവിടുന്ന് പിതാവാ, ആർക്കും വിളിക്കാം. പക്ഷെ ഭയം നിമിത്തം മനുഷ്യൻ വിളിക്കുകയില്ല.
അബ്രഹാം ദൂരത്ത് നിന്ന് കണ്ട് അഭിവന്ദിച്ചു പിതാവിനെ. ഇസഹാക്കിൻ്റെ ഭയമായവൻ. ഒരു മൃഗമാകട്ടെ മനുഷ്യനാകട്ടെ പർവ്വതത്തെ തൊട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയത്തക്ക വിധം ഭയം ജനിച്ച പഴയ നിയമത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് ഇന്നും ജൂതൻ ദൈവത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ യൂത് ഹേ വൗ ഹേ യാഹുവേ എന്നൊക്കെ വിളിക്കും. വിളിക്കാൻ ഭയം കൊണ്ട് അദോനായി എന്ന് വിളിക്കും. മുസ്ലിംസ് അവരുടെ ഓൾമൈറ്റി എന്ന് കരുതുന്ന അത് വിളിക്കും. അത് യാഹ് പകൽ നമ്മൾ പറഞ്ഞു. ഹിന്ദു സഹോദരങ്ങൾ ഈശ്വരൻ പരമേശ്വരൻ എന്നൊക്കെയുള്ള പേരിനാൽ ദൈവത്തെ വിളിക്കും. ബട്ട് യു നോ ഹൗ വി പീപ്പിൾ അഡ്രസ്സിങ് ഓൾമൈറ്റി. ഓൺലി ദ പീപ്പിൾ ഓഫ് ഗോഡ്, the followers of Christ addressing Almighty as Father. നമ്മൾ മാത്രം വിളിക്കുന്നൊരു വിളിയ പിതാവേ. ഈ ബന്ധം എങ്ങനെ കിട്ടിയേ? ത്രൂ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രക്തനിമിത്തം നമുക്ക് കിട്ടിയതാണ് ഇങ്ങനെ വിളിക്കാനുള്ള അധികാരം, അവകാശം. ശരിയല്ലേ? അങ്ങനെ നമ്മൾ ദൈവകുടുംബത്തിൽ വന്നു. അപ്പോൾ പർപ്പസ് ഓഫ് ട്രിനിറ്റി ഇതാണ്. കൂടുതൽ കാര്യങ്ങൾ നാളെ പറയുന്നുണ്ട്, വ്യത്യസ്തമായ കാര്യങ്ങൾ. തിയററ്റിക്കലി അന്നേരം പ്രാക്ടിക്കലി ഉള്ള കാര്യങ്ങളും പഠിക്കാം. ഇന്ന് പിരിയുമ്പോൾ ഇതൊന്നും ഒരു തിയറി പോലെ പഠിക്കാനല്ല. അതിനാ തിയറിയൊക്കെ ആദ്യം പറഞ്ഞത്. ചിലർക്ക് തോന്നി അതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് തോന്നി. ലാസ്റ്റ് മനസ്സിലായില്ലേ എന്തിനാ യാഹു എന്നൊക്കെ പറഞ്ഞതെന്ന്. ആ ബാരിയേഴ്സ് എല്ലാം മാറ്റിയിട്ടേ നമുക്ക് ഡയറക്റ്റ് ഒരു കണക്ഷൻ. ഇപ്പോൾ നമ്മൾ അച്ഛൻ്റെ കൊച്ചുമക്കൾ കയറി ദേഹത്തിരിക്കുന്നു പറഞ്ഞില്ലേ, ഇതുപോലെ പിതാവിനെ ആസ്വദിച്ചോണമെന്ന്. പിതാവിൻ്റെ അരികിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണമെന്ന്. ആ അളവിലേക്ക് ഉയരാനുള്ള സ്ഥലമാണ്. ആ ബന്ധത്തിൻ്റെ തീവ്രതയിലേ നമുക്ക് കമ്മിറ്റി കൂടാനും തോന്നുകയില്ല, പിരിവെടുക്കാനും തോന്നുകയില്ല, പിരിക്കാൻ പറയാൻ തോന്നുകയില്ല. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. സഭ നിലനിൽക്കാൻ ഇതൊക്കെ വേണം. പക്ഷെങ്കിൽ പ്രധാനം എന്താ? കർത്താവിനോട് കൂടെ, യേശുവിനോട് കൂടെ എത്ര ഇരുന്നാലും മതി വരാത്ത വിധത്തിൽ നമുക്ക് യേശുവിനോട് ചേരണം, കർത്താവിനോട് ചേരണം. പാട്ട് പാടുന്നവരുണ്ടല്ലോ, ഹൃദയംഗമായി പാടുന്ന മക്കളെ. പാടിയിട്ട് മതി വന്ന ഒരാളെങ്കിലും ഉണ്ടാ? ഇല്ല. പ്രസംഗിച്ചിട്ട് മതി വരുന്നില്ല, ക്ലാസ് എടുത്തിട്ട് മതി വരുന്നില്ല, യേശുവിനെ സ്നേഹിച്ചു മതി വരുന്നില്ല, തമ്പുരാനെ ആരാധിച്ചിട്ട് മതി വരുന്നില്ല, സർവശക്തൻ്റെ ആ ശക്തിവിശേഷങ്ങളെക്കുറിച്ച് ഉലകത്തോട് സാക്ഷിച്ചിട്ട് മതി വരുന്നില്ല. കാരണം അത്ര സ്നേഹാർദ്രമാണ് ആ ഇടം. അത് ആസ്വദിക്കാത്ത ഒരാളെങ്കിലും ഇന്ന് ഇവിടെ ഇരുന്നോ ഓൺലൈനിലോ വചനം കേൾക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ പാദാന്തി വരണം, ആ ദിവസത്തിൽ അടുത്ത് വരണം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടണം. എത്ര സന്തോഷമാണ് ക്രിസ്തുവിൻ്റെ ആ ചൈതന്യവത്തായ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുക. എത്ര ആനന്ദമാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് ധരിച്ചിരിക്കുന്നത് എന്തെങ്കിലും അവൻ്റെ പക്കൽ നിന്ന് കിട്ടുക 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 എന്നുള്ള അർത്ഥത്തിലാണ്. അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ നാട്ടിൽ പെൺകുട്ടികളൊക്കെ വിവാഹം കഴിച്ചയച്ചാൽ ആ കൊച്ചിൻ്റെ അന്നത്തെ ആ കരച്ചിലും വിഷമമൊക്കെ കണ്ടിട്ട് അപ്പനും അമ്മയ്ക്കൊക്കെ ഭയങ്കര കരച്ചിലാണ്. ഭയങ്കരമായിട്ട് നമ്മളങ്ങ് വിഷമിക്കും അല്ലേ? അവളായി അവിടെ പാടായി സന്തോഷമായി അവരങ്ങനെ പോകണം. നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ പെൺകുട്ടിച്ചൊരു 2-3 ആഴ്ച കഴിഞ്ഞൊരു വരവുണ്ട്. അടുത്ത ദിവസമൊക്കെ വരും. അത് കഴിഞ്ഞ് ഈ വരവിലൊരു പ്രത്യേകത, കേക്കൊക്കെ കയ്യിൽ കാണും. വന്നിട്ട് നമ്മൾ പറയും, അപ്പം ഞങ്ങളുടെ ആ കാറൊന്ന് മാറണമെന്നുണ്ട്. കാരണം ചേട്ടനും എന്നെയൊക്കെ നല്ല വണ്ടിയാണ്, ഞങ്ങളുടെ മാത്രം ഒരു പഴയ വണ്ടിയാണ്, അന്ന് മാറണം, പപ്പ എന്ന് സഹായിക്കണം. നമുക്കിത് കേട്ട് സങ്കടം വരികയല്ലേ? എന്തെങ്കിലും കൊടുത്തു വിട്ടു, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ച് കൊടുത്തു വിട്ടു. 6 മാസം കഴിഞ്ഞ് ഇവിടെ വീണ്ടും പണ്ട് 1 കിലോ കേക്ക് കൊണ്ടാവുന്ന ഇപ്പോൾ 1/2 കിലോയും കൊണ്ട് വന്നേച്ച് പറയുകയാണ്, ആ വീടൊന്ന് മാറിയാൽ കൊള്ളാം. വീണ്ടും ക്യാഷ് പോയി. ഒരു 4-5 തവണ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവൾ വരുന്നു എന്ന് അറിഞ്ഞാലേ ഞാൻ എന്ത് ചെയ്യും? അവിടുന്ന് സ്ഥലം വിടും. ഭാര്യയോട് പറയും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. കാരണം മുടിപ്പിക്കുന്ന മക്കളുണ്ട്. ഇങ്ങനെ കൊണ്ട് ഇന്ന് തിരുത്തിക്കോണം. നമ്മളെ ആ സന്തോഷം അങ്ങ് പോയി. ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നു. ലാസ്റ്റ് വന്നപ്പോൾ അതൊരു വേറെ ചില കുട്ടികളുണ്ട്, അപ്പനെ കാണാൻ ചെല്ലുമ്പോൾ മധുരം ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സൗണ്ട് കേട്ടപ്പോഴേ ചാടി എഴുന്നേറ്റു. മോള് വന്നു. ആ പരിസരമൊക്കെ കിടക്കുന്ന കണ്ടിട്ട് നമുക്കൊരു സങ്കടം.
പപ്പ ഉടുപ്പിട്ടേക്കുന്ന ഒത്തില്ല. ഇതൊക്കെയാണോ ഇട്ടിരിക്കുന്ന കള? തേച്ച് വൃത്തിയാക്കി പപ്പയുടെ കാലിൽ നഖവും വെട്ടി മുടിയൊക്കെ ചീകി പൗഡറൊക്കെ ഇട്ട് പപ്പായ ഒന്ന് സുമുഖനാക്കിയിട്ട് കൊണ്ടുവന്ന് ഈ ഫുഡൊക്കെ എടുത്തങ്ങ് കൊടുക്കുക. പപ്പ ഇരുന്നങ്ങ് കഴിക്കുക. അപ്പം മമ്മി എന്നിട്ട് പറയാം, കണ്ടോ ഞാൻ പലതും കൊടുത്തു കഴിച്ചില്ല, നീ വന്നോണ്ടാണ് ഇതൊക്കെ കഴിക്കുന്നത്. സത്യമാണ്. കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ചാർജാകും. ഇതുപോലെ ആ സ്വർഗത്തിലെ അപ്പനും. എൻ്റെ മറുവശം എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ദൈവസനിലേക്ക് വരുമ്പോൾ കർത്താവിന് സന്തോഷമാണ്, അല്ലാതെ അകലത്ത് നിൽക്കുന്നൊരു ഭീകരനല്ല. അപ്പോഴേ ഇതെല്ലാം കഴിഞ്ഞ് ഈ പാപ്പ പോകാൻ നേരം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേ പണം എടുത്ത് മക്കൾ കൊണ്ടുപോ. ഈ മോളെന്ത് പറയും? ഇതൊന്നും വേണ്ട, ഇതിനൊന്നും അല്ല വന്ന്, പപ്പായെ കാണണം, പപ്പായ്ക്ക് വല്ലതും വേണോ, അതിനാ വന്നേ. എൻ്റെ അർത്ഥം പപ്പ വെറും കൈയോടെ വിടുമെന്നാണോ? പപ്പായ്ക്കുള്ളതെല്ലാം നമുക്കുള്ളതാണ്. ഇതെനിക്ക് എൻ്റെ ഇതിനെന്ത് കാണിക്കാനാ? കുഞ്ഞു കൊണ്ടുപോ. പക്ഷേ ഇതല്ല പ്രധാനം, എനിക്ക് അങ്ങയെ കാണണം. മനസ്സിലായില്ലേ? അല്ല ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാപിച്ചു, നല്ല വീട് പ്രാപിച്ചു, നല്ല കാർ ഇതാ വരുന്നു പ്രാപിച്ചു, ഇതല്ലെന്നേ. പപ്പായെ സ്നേഹിക്കണം, അതിന് വന്നാന്ന് ഞാൻ. ഈ സംഘത്തിന് പറ, സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ പപ്പ ഈ സ്വർഗസ്ഥനെ ഇങ്ങനെ സ്നേഹിച്ചാൽ ബാക്കി ദാനങ്ങളെല്ലാം അതിൻ്റെ താഴെയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ ഇങ്ങനെ ആസ്വദിക്കാൻ പഠിച്ചു മക്കൾ. കർത്താവിനെ ഇങ്ങനെ ചേർന്ന് നിന്ന് എന്തൊരു സുഖമാണെന്നറിയാം ക്രിസ്ത്യ ജീവിതം. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സന്തോഷം അവിടെയാണ്. അത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബലമല്ല, ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ ശ്രേഷ്ഠതയല്ല. ഇതൊക്കെ തരും ദൈവം. നമുക്ക് വേണ്ടിയാ പപ്പ ഇതെല്ലാം വെച്ചിരിക്കുന്നത്, സംശയമൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ പ്രസംഗ വിഷയം അവിടെ അല്ല. എനിക്ക് പ്രധാനം എൻ്റെ ദൈവമാണ്, സകലത്തിലും കാരണഭൂതനായ ദൈവമാണ്. ഈ അളവിലേക്ക് വരാൻ നമുക്കെല്ലാം ശ്രമിക്കണ്ടേ? സന്തോഷമല്ലേ? ക്രിസ്തുവിനോട് ചേരണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുവനുമായ യേശു. കണ്ണുകളടച്ച് സാധിക്കുമെങ്കിലും എഴുന്നേറ്റുന്നേ. സാധിക്കുന്നവരും മാത്രം ഒന്ന് പ്രാർത്ഥിച്ചേ. 2 രാത്രികൾ വചനം കേട്ടു. പകലുണ്ടായിരുന്നു, പകൽ മറ്റു വിഷയങ്ങളായിരുന്നു. വചനം കേട്ടിട്ട് എനിക്ക് യേശുവിനോട് കൂടുതൽ അടുക്കണം, എന്നെ പിതാവിനോട് ചേർത്ത് നിർത്തിയ ആ ദൈവപുത്രൻ്റെ സ്നേഹത്തിൽ എനിക്ക് കൂടുതൽ കരുത്താർജിക്കണം. കർത്താവിനോട് ചേർന്ന് നിന്ന് ബലം പ്രാപിക്കണം. ഈ ബലം പ്രാപിച്ചെന്ന് മടങ്ങിയാൽ നാളത്തെ സഹായകം പുതിയൊരു അനുഗ്രഹമാകും. ഭവനത്തിൽ ചെല്ലുന്ന പുതിയൊരു അനുഗ്രഹമാകും. വചനം ഹൃദയം തുറന്ന് കേട്ടവർക്ക് അതൊരു പുതിയ വിടുതലാകും. നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കും ഇതേ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. വിശ്വാസമുണ്ടാ? നാം പ്രാർത്ഥിച്ച് വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ചിലതിനൊക്കെ ഇതാ ഒരു തിരിച്ചുവരവ്. ജീവിതത്തിലേക്കുള്ള അഭൂതപൂർവമായ ഒരു തിരിച്ചുവരവ്. നിരാശ നിറഞ്ഞ ജീവിത വഴിവിട്ട് ഈ ദൈവസന്നിധിയിൽ ദൈവ കുടുംബത്തിൽ ഞാനിതാ കുറെ കൂടി അടുത്തു വസിക്കുന്നുവെന്ന ബോധ്യത്തിൽ ദൈവവചനം ഏറ്റെടുക്കാൻ ആർക്ക് സാധിക്കും? ഈ വചനം അങ്ങനെ കേട്ടെങ്കിൽ, ആ വചനം ക്രിയ ചെയ്തെങ്കിൽ, ആ വചനത്തോട് പ്രതികരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, അങ്ങനെ ആത്മപ്രേരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനൊന്ന് പ്രാർത്ഥിക്കും. കണ്ണുകളടച്ചട്ടെ. അങ്ങനെയുള്ളവർക്ക് ഇന്ന് കരമുയർത്താം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്.